സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ പോലീസ് സംഘം യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. നിയമങ്ങൾ ചിലന്തി വല പോലെയാണ്. ശലഭങ്ങളും ചെറുപ്രാണികളും അതിൽ കുടുങ്ങും. കടന്നലുകളും കുളവികളും വല പൊട്ടിച്ച് രക്ഷപ്പെടും. ദിലീപ് കേസിലെ വിധിയുടെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജോനാഥൻ സ്വിഫ്റ്റിന്റെ ഈ വാചകം നിറയുകയാണ്. നടുറോഡിൽ ചലച്ചിത്ര താരം ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന കേസുകളിൽ പ്രതി ചേർത്തിരുന്ന മറ്റു 3 പേരെയും വെറുതെ വിട്ടു. പൾസർ സുനി അടക്കം കൊട്ടേഷനിൽ പങ്കെടുത്ത 6 പേർ മാത്രമാണ് കുറ്റക്കാർ. താൻ ഗൂഢാലോചന നേരിട്ടു എന്നാണ് കുറ്റവിമുക്തനായ നടന്റെ ആദ്യ പ്രതികരണം. ഇതാണോ അതിജീവിത അർഹിച്ച നീതി? ഈ ചർച്ചയിൽ ശ്രീ സജി നന്ദ്യാട്ട്, നിർമ്മാതാവ്, ശ്രീ ബൈജു കൊട്ടാരക്കര, സംവിധായകൻ ശ്രീ ഹരീഷ് വാസുദേവൻ, അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, അഭിഭാഷക ശ്രീമതി ധന്യ രാജേന്ദ്രൻ, മാധ്യമ പ്രവർത്തക എന്നിവർ. ആദ്യം ശ്രീമതി ധന്യ, അതിജീവിതയുമായി അടുത്തു പരിചയവും ബന്ധവുമുള്ള ആളാണല്ലോ ധന്യ, അവരുടെ സുഹൃത്തുക്കളുമായും. ഈ വിധിയെ അവർ എങ്ങനെയാണ് കേൾക്കുന്നത്? നീതിയുടെ കണികയെങ്കിലും ഈ വിധിയിൽ ഉണ്ട് എന്നവർ കരുതുന്നുണ്ടോ? ജസ്റ്റിസ് ഡെലിവർ ചെയ്യപ്പെട്ടു എന്ന് ഈ കേസ് 8 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അവസാനിക്കുമ്പോൾ ആ ഭാഗത്തിന്, വാദിഭാഗത്തിന് തോന്നുന്നുണ്ടോ? അഭിലാഷ്, അതിജീവിതയോട് അടുത്ത് പഴകുന്ന ഒരാളായി ഞാൻ സ്വയം ക്ലെയിം ചെയ്യില്ല. ഈ കേസിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്, അത് ശരി തന്നെയാണ്. 2 ദിവസം സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട്. പക്ഷെ അങ്ങനെ ഇതിലെ എല്ലാ അക്യൂസ്ഡിനും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ഒരു കേസും കൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാൻ അവർ തയ്യാറാണെന്നും അവർ കൃത്യമായി പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ആ റിയാക്ഷൻ തന്നെയാണ് ഇന്ന് അവരുടെ കൂടെയുള്ളവരും അവരുടെ വക്കീലൊക്കെ നമ്മളോട് പറയുന്നത്. അവർ അപ്പീലിൽ പോകാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഇത് ഇനിയും ഒരു നീണ്ട ഒരു പോരാട്ടമായി മാറാൻ പോവുകയാണ്. അതിൽ മാത്രമേ എല്ലാവർക്കും ഒരു വിഷമമുള്ളൂ. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ഒരു ചോദ്യമാണല്ലേ, അതായത് കോൺസ്പിറസി തെളിയിക്കപ്പെട്ടില്ല എന്ന് കോടതി പറയുമ്പോൾ, അത് മാത്രമല്ല പൾസർ സുനിയെ 506 അല്ലെങ്കിൽ ക്രിമിനൽ ഇന്റിമിഡേഷനിൽ അക്വിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഈ കേസിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ജഡ്ജ് അങ്ങനെ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് 506 നിന്നും പൾസർ സുനിയെ അക്വിറ്റ് ചെയ്തത്? എന്തുകൊണ്ടാണ് കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്? ഇതെല്ലാം ജഡ്ജ്മെന്റ് വന്നാലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ തൽക്കാലം നീതി ലഭിച്ചതായി അവർക്ക് ആർക്കും തോന്നുന്നില്ല. അവരെല്ലാവരും പറയുന്നത് ഈ കോടതിയിൽ എങ്ങനെയാണ് ഇത്രയും കാലമായി, ഇത്രയും വർഷങ്ങളായി നടന്നു വന്ന കാര്യങ്ങൾ നമ്മൾ ആരും മറക്കാൻ പാടില്ല എന്നതാണ്. അതായത് ഒരു സ്ത്രീ ആയിരിക്കണം ഇതിൻ്റെ ജഡ്ജ് എന്ന് ആദ്യം ചോദിച്ചത് ഈ സർവൈവർ തന്നെയാണ്. അവരാണ് കേരള സർക്കാരിനോട് ചോദിച്ച് ഒരു വുമൺ ജഡ്ജ് തന്നെ ഈ കേസിന് വേണമെന്ന് പറഞ്ഞത്. പിന്നീട് അതേ സർവൈവർ 3 or 4 പ്രാവശ്യം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം തന്നെ പെറ്റീഷൻസ് നൽകുകയുണ്ടായി, ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ്. 2 പ്രോസിക്യൂട്ടേഴ്സ് റിസൈൻ ചെയ്യുന്ന ഒരു അസാധാരണമായ ഒരു കാര്യമാണ് നമ്മൾ ഈ കേസിൽ കണ്ടത്. അതുകൊണ്ട് ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങളായി ഈ കോടതി നടന്നു വന്ന കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ഒപ്പം വിജയശ്രീ ലാളിതനായാണ് നടൻ ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയത്. ആരവങ്ങൾക്കിടയിലേക്കാണ് ഇറങ്ങിയത്. ദിലീപിന്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ മുൻ ഭാര്യ മഞ്ജു വാര്യരെ ആരോപണത്തിന്റെ മുനയിൽ നിർത്തുന്നുണ്ട്. ഞാനാണ് ഗൂഢാലോചന നേരിട്ടത് എന്ന് ദിലീപ് പറയുന്നു. മഞ്ജു ഗൂഢാലോചന ആരോപണം ഉന്നയിച്ചത് മുതൽ എനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങി എന്ന് പറയുമ്പോൾ അതൊരു ഡോഗ് വിസിൽ കൂടിയാണ്. അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ അണികൾ സൈബർ മീഡിയയിൽ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കുക വയ്യ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ അനീതിയുടെ അവസാനമാവുന്നില്ല, മറിച്ച് അതിന്റെ തുടക്കമാവുന്നു എന്ന ദുര്യോഗത്തിലേക്ക് പോവുകയാണോ? അതെ, തീർച്ചയായും. ഇന്ന് ദിലീപിന്റെ റിയാക്ഷൻ അല്ലേ, അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കുറ്റവിമുക്തനാകുമ്പോൾ നന്ദി പറഞ്ഞ് നിർത്താമായിരുന്നു ദിലീപിന്, അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൂടെ നിർത്താമായിരുന്നു. പക്ഷെ ദിലീപ് കൃത്യമായി മൂന്ന് ആൾക്കാരെയാണ് ബ്ലെയിം ചെയ്തത്. 1 പോലീസ്, ഇതൊരു കള്ളക്കഥ മെനഞ്ഞത് പോലീസാണെന്ന്. 2 പോലീസിനെ സഹായിച്ച മാധ്യമങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. പിന്നെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞത് മഞ്ജു വാര്യറിൻ്റെതാണ്. ഇത് കൃത്യമായും അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡോഗ് വിസിലാണ്. അതായത് ദിലീപിന് ആരോടാണ് ദേഷ്യം, അതുകൊണ്ട് ദിലീപിന്റെ ഫാൻസിന് ആരോടാണ് ദേഷ്യം കാണിക്കേണ്ടത് എന്ന് അദ്ദേഹം കാണിക്കുന്ന ഒരു സിഗ്നൽ മാത്രമാണ്.
പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ജഡ്ജ്മെന്റ് വായിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടതാണോ അതോ പ്രോസിക്യൂഷന്റെ കയ്യിലുള്ള തെളിവുകൾ എല്ലാം തന്നെ ജഡ്ജ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തതാണോ എന്ന്. ഇതിൻ്റെ ഒരു നമ്മൾ ഈ ജഡ്ജ്മെന്റ് കൃത്യമായി വായിച്ചാൽ, ബിക്കോസ് ഫോർ എക്സാമ്പിൾ ബിഷപ്പ് ഫ്രാങ്കോന്റെ ജഡ്ജ്മെന്റ് വന്നപ്പോൾ നമുക്ക് അപ്പോഴാണ് മനസ്സിലായത് സർവൈവർ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും അന്ന് ജഡ്ജ്മെന്റിൽ സീരിയസ് ആയി എടുക്കുകയുണ്ടായില്ല. മറ്റുള്ള സർവൈവറുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഡിഫറൻസുകൾ കണ്ടുപിടിച്ചാണ് അന്ന് ആ ജഡ്ജ്മെന്റിൽ ആ ജഡ്ജ് ബിഷപ്പ് ഫ്രാങ്കോയെ പുറത്തുവിട്ടത്. നമ്മളെല്ലാവരും തന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ഒരു ജഡ്ജ്മെന്റ് ആണ്. ഈ ജഡ്ജ്മെന്റ് വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ത് ലോജിക്കാണ് ഈ ജഡ്ജ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ കേസ് അത്രത്തോളം വീക്ക് ആയിരുന്നോ അതോ വീക്ക് ആക്കപ്പെട്ടതാണോ എന്ന്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം മറക്കാൻ പാടത്ത്, ഒരു കോൺസ്പിറസി ഉണ്ടെങ്കിൽ അതിന്റെ മോട്ടീവ് പ്രൂവ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇതിൽ ആ മോട്ടീവ് പ്രൂവ് ചെയ്യാനായിട്ട് ആരൊക്കെയാണോ സാക്ഷികളായി കോടതിയിൽ കൊണ്ടുവന്നത് അതിൽ ഒരുപാട് പേര് ആക്ച്വലി ഹോസ്റ്റൈലായി മാറിയ ഒരു കേസും കൂടിയാണിത്. അതുകൊണ്ട് നമ്മൾ ഇതൊരു ഫുൾ പ്രൂഫ് കേസ് ആയിരിക്കണം അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ കയ്യിലുള്ള വാദങ്ങൾ ശരിയല്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത് എന്ന് ഒരിക്കലും മറന്നുകൂടാ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വരാം ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. ഈ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കൽ എന്ന് പറയുന്നത് ദുഷ്കരമോ ഏറെക്കുറെ അസാധ്യമോ ആണ് എന്നാണ് ഈ ജഡ്ജ്മെന്റ് വന്നതിന് പിന്നാലെ ഒരുപാട് നിയമവിദഗ്ധർ പറഞ്ഞത്. മഹാത്മാഗാന്ധിയുടെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ കൊലപാതകത്തിൽ പോലും ക്രിമിനൽ കോൺസ്പിറസി തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ ചാർജ് ചെയ്യപ്പെട്ട ആളുകൾ കുറ്റവിമുക്തരായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ വധം ചൂണ്ടിക്കാണിച്ചു നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ. ആ നിലയ്ക്ക് നമ്മുടെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ ക്രിമിനൽ കോൺസ്പിറസി തെളിയിക്കുക എന്നുള്ള അസാധ്യമായ ദുഷ്കരമായ കാര്യം എന്ന നിലയിൽ വേണമോ ഇത് ചർച്ച ചെയ്യാൻ? അതിനപ്പുറത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഫെയർ ട്രയൽ നടന്നില്ലേ എന്ന സംശയം അതിജീവിതയുടെ പക്ഷത്തിൽ ഉണ്ടാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കാമോ? അഭിലാഷ്, നമ്മൾ വിധിന്യായം കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, അഭിലാഷും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ചർച്ച ഈ സമയത്ത് നടത്തിയാൽ എന്തായിരിക്കുമോ നമുക്ക് പറയാൻ കഴിയുക, ഏതാണ്ട് അതൊക്കെ തന്നെ നമുക്ക് ഇന്നും പറയാൻ കഴിയൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അതിൻ്റെ ഔട്ട്പുട്ട് മാത്രമാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ വിധിന്യായം കാണാതെ തന്നെ ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കും. അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന, ഞാൻ പല ചർച്ചകളിലും കഴിഞ്ഞ 7-8 വർഷക്കാലം പറഞ്ഞ പല പോയിന്റ്സും എനിക്കിന്ന് അരക്കിട്ടുറപ്പിക്കാൻ കഴിയും. ഇതാ നമ്മൾ പറഞ്ഞത് ശരിയായി വന്നിരിക്കുന്നു. അതിലൊന്നാണ് അഭിലാഷ് ചൂണ്ടിക്കാണിച്ച, ഞാൻ തന്നെ പല ചർച്ചകളിലും മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കകത്ത് അല്ലെങ്കിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറെക്കുറെ അസാധ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ്. കാരണം 100 കണ്ണികൾ ഉള്ള ഒരു ചങ്ങല ഉപയോഗിച്ചാണ് നമ്മൾ പ്രതികളെ ബന്ദിയാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിലെ ഒരു കണ്ണി വീക്കാണെങ്കിൽ, അതിലെ ഒരു കണ്ണി മുറിഞ്ഞു പോയാൽ ഈ ചങ്ങല തന്നെ പൊട്ടിപ്പോവുകയും പ്രതി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു നിയമവ്യവസ്ഥയാണ് നമുക്കുള്ളത്. അതിനകത്ത് 2 ആളുകൾ തമ്മിൽ സംസാരിച്ചതോ 2 ആളുകൾ തമ്മിൽ സംസാരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഉറപ്പിച്ചതായ സംഗതിയുടെ കണ്ടന്റ് എന്താണെന്ന് കോടതി മുറിയിൽ തെളിയിക്കപ്പെടണം. എന്നാൽ മാത്രമേ അത് ഗൂഢാലോചനയായി മാറുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം കെട്ടിപ്പടുത്തിരിക്കുന്നത് സാക്ഷിമൊഴികളിലാണ്. എന്ന് പറഞ്ഞാൽ സാക്ഷികൾ ഈ കേസ് നടന്ന സമയത്ത്, ഇതിൻ്റെ കോസ് ഓഫ് ആക്ഷൻ നടന്നതിന് തൊട്ട് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവെച്ച കാര്യങ്ങൾ നിർഭയം ഈ കോടതിയിൽ വന്ന് 5-10 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ നടക്കുന്ന ഒരു ക്രിമിനൽ പ്രോസസ്സിനകത്ത്, ഒരു ട്രയൽ പ്രോസസ്സിനകത്ത് വന്ന് നിർഭയം പറയും. അതിന് തക്കതായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് കിട്ടും എന്ന അസംഷനിലാണ് ഈ സംവിധാനം കെട്ടിപ്പടുത്തിരിക്കുന്നത്. നേരത്തെ ശ്രീ ധന്യ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതുപോലെ ഈ ഇതിനായി പ്രധാനമായിട്ട് മോട്ടീവ് തെളിയിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ റിലേ ചെയ്ത സാക്ഷികൾ കൂറുമാറിയതായി നമ്മൾ കണ്ടതാണ്. പ്രോസിക്യൂട്ടർക്ക് കൃത്യമായി അവരുടെ പോയിന്റ്സ് കോടതിയിൽ പറയാൻ സമ്മതിക്കാത്ത ഒരു ജഡ്ജിയുടെ ഇടപെടലിനെ തുടർന്ന് ആ ജഡ്ജിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞ് പ്രോസിക്യൂട്ടർമാർ 2 പേർ ഈ കേസിൽ നിന്ന് പുറത്തു പോയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ കേസിന്റെ മെറിറ്റിനെ പറ്റി മാത്രമല്ല, നാളെ വരാനിരിക്കുന്ന ഐസ്ക്രീം പാർലറിന്റെ കേസ്, അട്ടിമറിച്ച കേസ് നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ? അഭിലാഷും ഞാനും ഒക്കെ ചർച്ച ചെയ്തതാണ്. എന്ത് സംഭവിച്ചു? അതിനുശേഷം മറ്റെത്രയോ കേസുകൾ കേരളത്തിലുണ്ടായി. കേസുകൾ അട്ടിമറിക്കുന്ന കേസുകളെ സംബന്ധിച്ച്, ഗൂഢാലോചനകളെ സംബന്ധിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോകാൻ കഴിയുന്ന പരിമിതി ഇത് തുറന്നു കാണിക്കുകയാണ്. ആ മേഖല കുറച്ചുകൂടി വ്യക്തമാക്കണമെന്നോ അത് കുറച്ചുകൂടി ആഴത്തിൽ കൊണ്ടുപോകണമെന്നോ സ്റ്റേറ്റിന്, എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സർക്കാരിന് താല്പര്യമില്ലാത്തടത്തോളം
ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക് താല്പര്യമില്ലാത്തടത്തോളം നമ്മുടെ ട്രയലുകൾ എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന തെളിവുകൾ ചേർക്കപ്പെട്ടോ എന്ന് മാത്രം പരിശോധിക്കുകയും അതിൽ കുറ്റവാളിയെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ പ്രോസസ്സായി അവശേഷിക്കും. ആ മെക്കാനിക്കൽ പ്രോസസ്സാണ് ഇന്ന് രാജ്യത്ത് നിലവിലുള്ളത്. അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ നിർഭയ കേസിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും ഈ രാജ്യത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധം സംഭവിക്കുകയും ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായതുപോലെ എങ്ങനെയാണ് തെളിവ് നിയമത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു പുതിയ ജൂറിസ്പ്രുഡൻസ് ഉണ്ടായി വരികയും ചെയ്തില്ലെങ്കിൽ ഈ ഗൂഢാലോചനകളായി അവശേഷിക്കുകയും പ്രതികളെല്ലാം വാക്കൌട്ട് ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ലേ ഗാന്ധിവധ കേസ് മുതൽ ഇങ്ങോട്ട് നമുക്കറിയാവുന്നതാണ്. കപൂർ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് പോലെ. അല്ല, അക്കാര്യത്തിൽ എന്തെങ്കിലും മുന്നോട്ട് പോക്ക് ഉണ്ടാകുമോ എന്ന് അറിയില്ല. എന്തായാലും ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഇതേ ദിവസം തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ കോർട്ടിൽ നിന്ന്, ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കോർട്ടിൽ നിന്ന് ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ വായിക്കാം. ബലാത്സംഗം, ലൈംഗികാതിക്രമം തുടങ്ങിയ കേസുകളിൽ രാജ്യത്തുടനീളമുള്ള കോടതികൾ പുറപ്പെടുവിക്കുന്ന വിവാദപരവും സ്ത്രീവിരുദ്ധവുമായ ഉത്തരവുകളിലും അഭിപ്രായ പ്രകടനങ്ങളിലും ആശങ്ക രേഖപ്പെടുത്തി സുപ്രീം കോടതി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഹൈക്കോടതികൾക്കായി വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചേക്കുമെന്ന് കോടതി അറിയിച്ചു. ഇത്തരം കോടതി ഉത്തരവുകളും അഭിപ്രായങ്ങളും ലൈംഗിക അതിക്രമങ്ങളെ അതിജീവിച്ചവരിൽ ഞെട്ടലുളവാക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ഇത് അതിജീവിതമാരെ സമ്മർദ്ദത്തിലാക്കി കേസ് പിൻവലിക്കാൻ വരെ പ്രേരിപ്പിച്ചേക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അത് പ്രസക്തമായി തോന്നുന്നു, പ്രത്യേകിച്ച് ഈ ദിവസം. എന്തായാലും ഏത് തരത്തിൽ ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ വരുന്ന നാളുകളിൽ അറിയാനിരിക്കുന്നതാണ്. ശ്രീ സജി നന്ദ്യാട്ട്, സിനിമാ മേഖലയിൽപ്പെട്ട ഒരു വനിതയാണ് ഈ കേസിലെ പരാതിക്കാരി. അവർ നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ്. ആ അതിജീവിതയ്ക്കും അവരുടെ പക്ഷത്തിനും നീതി കിട്ടി എന്ന് തോന്നുന്നില്ല. അപ്പോൾ സിനിമാ സംഘടനകളും സ്വാഭാവികമായും ആ ഒരു അഭിപ്രായത്തെ പിന്തുണയ്ക്കേണ്ടതല്ലേ? അല്ല, നീതി കിട്ടിയില്ല എന്ന് തോന്നുന്നത് നിങ്ങൾക്കാണ്. ആദ്യമേ നിങ്ങൾ കെട്ടിപ്പൊക്കിയ 8.5 വർഷക്കാലം നിങ്ങൾ കെട്ടിപ്പൊക്കിയ മാധ്യമ വിചാരണ, അതിന് മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇന്നത്തെ വിധി. ഇവിടെ ധന്യ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വിധി വരുമ്പോൾ ആ ജഡ്ജിമെന്റ് വെച്ച് ചർച്ച ചെയ്യാൻ അഭിലാഷിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ ഒരു വിധി വന്നതിന് ശേഷം പിന്നെ അതങ്ങ് വിടാൻ പാടില്ല. പൊതുസമൂഹം അറിയണം എന്തുകൊണ്ട് ദിലീപ് നിരപരാധിയായി. 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നു, അതിനും ഞങ്ങൾ കൈയടിക്കുന്നു. എന്നാൽ 7 മുതൽ 10 വരെയുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു, അത് മോശമായിപ്പോയി. ഈ ചിന്താഗതി എന്ത് ചിന്താഗതിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. 2227 ദിവസം അതിൽ പീഡിപ്പിക്കപ്പെടുകയാണ് ദിലീപ്. ഇവിടെ 2 ഇരകളാണ്, ഒന്ന് ഈ അതിജീവിത, ഒന്ന് ദിലീപ്. ദിലീപിനെ മനഃപൂർവ്വം ഫ്രെയിം ചെയ്ത കേസാണിത്. ഇവിടെ പറഞ്ഞു, അനീഷ് മേനോനോട് പറയാം, അനീഷ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടു, സാക്ഷികൾ കൂറുമാറി. ഞാൻ സമ്മതിക്കാം, നിങ്ങൾ പറയുന്നതിന് ഞാൻ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. എത്ര സാക്ഷി ഉണ്ടായിരുന്നു? 261 സാക്ഷി. കൂറുമാറിയെന്ന് നിങ്ങൾ പറയുന്ന ആരൊക്കെയാണ്? 27 പേര്. ബാക്കി എത്രയുണ്ട്? 261 മൈനസ് 27 എന്ന് പറയുന്നത് എത്രയാണ്? 233 ആണല്ലോ അഭിലാഷേ. ഈ 233-ൽ ഒരു സാക്ഷി മൊഴി റിലവൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് കള്ളക്കേസാണെന്നാണ്. ഇനി അതവിടെ നിൽക്കട്ടെ, മനുഷ്യനിർമ്മിതമാണല്ലോ അതൊക്കെ, മനുഷ്യരല്ല. അതില്ല. ഡിജിറ്റൽ തെളിവുകൾ 861. എൻ്റെ അമ്മു, ജംബോ തെളിവാണ്. 861 തെളിവാ. അതിനാർക്കും കൈകടത്താൻ പറ്റില്ലല്ലോ, അതിലാർക്കും സംശയമില്ലല്ലോ. ഇവിടെ കേൾക്കുന്ന ആർക്കും ഒരു സംശയമില്ലല്ലോ. ഈ 861 തെളിവിൽ ഒരു ചെറിയ ഒരു ടൈനി എവിഡൻസ് ഉണ്ടായിരുന്നോ? അല്ല, നമ്മുടേത് ത്രിതല നിയമ സംവിധാനമാണ്. ട്രയൽ കോർട്ടിന് മുകളിൽ ഹൈക്കോടതിയും അതിനു മുകളിൽ സുപ്രീം കോടതിയും ഉണ്ട്. ഈ സംവിധാനം പൂർണ്ണമായും കടന്നിട്ട് പോരെ? 100% ആത്മവിശ്വാസം, ഒരു തെളിവിന്റെ കണിക പോലും ഇല്ല എന്ന് സുപ്രീം കോടതി കൂടി ഈ വിധി ശരിവെക്കുമ്പോ പറഞ്ഞാൽ പോരെ? വിധി പൂർണ്ണമാകത്തുള്ളൂ. എന്റെ അഭിലാഷ, ഇനിയൊരിത് നിർത്ത്. ഞാൻ ചോദിക്കുന്നത്, എന്റെ അഭിലാഷേ, നിങ്ങളുടെ കലിപ്പം കൊണ്ട് തീരുന്നില്ല. നിങ്ങൾക്ക് ദിലീപിനെ ശിക്ഷിച്ചാൽ മാത്രമേ, അല്ല, ദിലീപിനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല, 8 വർഷക്കാലം എന്ത് സംഭവം നടന്നാലും അതിൽ നീതി ഉറപ്പാക്കപ്പെടുക എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിന്റെ ആവശ്യമല്ലേ സാർ? അല്ലാതെ ഇപ്പോ ഞാൻ നേരിട്ട് ദിലീപിനെ ആകപ്പാട് ഒരു തവണ കണ്ടിട്ട് പോലും ഉള്ളൂ, അതും ദൂരേന്നാണ്. എന്തിനാണ് ദിലീപിനോട് പ്രത്യേക ശത്രുത? ഒരു ശത്രുതയില്ല ദിലീപിനോട്. ഇവിടെ നീതി ഡെലിവർ ചെയ്യപ്പെടുക, ജസ്റ്റിസ് എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായി.
അപ്പൊ അഭിലാഷം ഞാൻ തിരിച്ച് അഭിലാഷം ഇടപെടരുത്. നിങ്ങൾ മറ്റുള്ളവർ സംസാരിച്ചപ്പോ എന്തോ ഒരു മെഴുകു കൊടുക്കരുത്, എന്തൊരു മെയ്വഴക്കം. താങ്കൾ പറയുന്നതിലാണ് എനിക്ക് എതിർവാദങ്ങളുള്ളത്, അതുകൊണ്ടാണ്. മാന്യമായി സംസാരിക്കാം. നിങ്ങൾക്ക് എതിർവാദത്തിന്റെ പ്രശ്നം എന്താ? ദിലീപ് വെറുതെ വിട്ടു കോടതി വിട്ടപ്പോൾ ഇവര് ഇവിടെ പറഞ്ഞു വെക്കുന്ന എന്താ? നിയമവിദഗ്ധനായ ഹരീഷ് ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നതിന്റെ മലയാളം എന്താ വരികൾക്കിടയിൽ? അതായത് കോടതിയിൽ തെളിവൊന്നും ശേഖരിക്കപ്പെട്ട് കാണില്ലെന്നാണോ? എങ്കിലത് നിങ്ങൾ പോയി അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കണം. സാർ, അഭിലാഷെ ഞാൻ പുറകോട്ട് ക്ഷണിക്കുകയാണ്. അങ്കമാലി കോടതിയിൽ വെച്ച് ദിലീപിന്റെ ആദ്യ ജാമ്യം റദ്ദായപ്പോൾ കേരളത്തിലെ അതിപ്രഗത്ഭനായ വക്കീല ദിലീപിന് വേണ്ടി ഹാജരായത് അദ്ദേഹത്തിന്റെ പേര് രാംകുമാർ എന്നാണ്. അദ്ദേഹം അന്ന് ദിലീപിന് ജാമ്യം നിഷേധിച്ചപ്പോൾ തിരിഞ്ഞു നിന്നൊരു വാചകം പറഞ്ഞു. അഭിലാഷ് മറന്നുപോയി കാണില്ലല്ലോ, അൽഷിമേഴ്സ് ഇല്ലല്ലോ. എന്താ വാചകം? ആ വാചകം ഇങ്ങനെയായിരുന്നു: അഭിലാഷെ, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കേസിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഒരു പ്രതിയെ പിടിച്ച് അകത്തിട്ടിട്ട് തെളിവ് സമ്പാദിക്കുന്നു. ഇന്ന് നമ്മുടെ രാമപിള്ള സാറിൻ്റെ ഇന്റർവ്യൂ കണ്ടല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? 50 വർഷമായി ഞാൻ ക്രിമിനൽ വക്കീലായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു കേസ് കാണുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഫേബ്രിക്കേറ്റഡ് ആണ്. ഈ കേസ് അടിമുടി ഫേബ്രിക്കേറ്റഡ് ആണ്. ഞാൻ പറയുന്നു, ഇവർ ഹൈക്കോടതി പോണം. അല്ലേ? പറയട്ടെ, ഒറ്റ മിനിറ്റ് കൂടെ. ഹൈക്കോടതിയിൽ ഇവർ പോണം, സുപ്രീം കോടതി പോണം. അത് കഴിഞ്ഞ് കഴിയുമെങ്കിൽ രാജ്യത്തെ എങ്ങനെയാണ് സാധിച്ച് രാജ്യത്തിന്റെ കേസാക്കിയിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലൂടെ പോവുകയാണെങ്കിൽ സമാധാനമാകും. ഇതിവിടെ നിങ്ങൾക്കിപ്പോൾ ഇതൊരു സമ്മതമല്ല. വിധി ദിലീപിനെ ശിക്ഷിച്ചാൽ വിധി അടിപൊളി. ദിലീപിനെ എങ്ങനെ ശിക്ഷിക്കേണ്ടത്? തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതോ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഈ വിചാരണയിലാണോ ദിലീപിനെ ശിക്ഷിക്കേണ്ടത്? പറയൂ. ഇവിടെ എന്താ ഒരാൾ ഉയർന്നു പോടും? ഈ ദിലീപിനോടുള്ള ഗ്രഡ്ജാണ്. ഈ ഗ്രഡ്ജ് എങ്ങനെയാണ് തീർക്കണം? ദിലീപിന്റെ പടത്തിൽ അഭിനയിക്കാൻ സാധിക്കാത്തവർ, ദിലീപിന്റെ വളർച്ചയിൽ അസൂയപൂണ്ടവർ, ഇതിനെല്ലാം അടിസ്ഥാന കാരണം എന്താ? കാവ്യ മാധവനെ ദിലീപ് വിവാഹം കഴിച്ചു. ഇതാണല്ലേ അടിസ്ഥാന കാരണം. ദിലീപിനെതിരെ കത്തെഴുതിയ LLB വിദ്യാർത്ഥി ആദ്യം പറഞ്ഞ മൊഴിയല്ലേ സത്യം? എന്താ LLB വിദ്യാർത്ഥി വിപിൻലാൽ പറഞ്ഞത്? നിങ്ങളുടെ ലൈബ്രറി കാണുമല്ലോ. എന്താ വെള്ളം അയച്ചു തരാം. എന്താ പറഞ്ഞേ? ദിലീപ് ഏട്ടനെ കൊടുക്കാൻ എന്നെ കൊണ്ട് എഴുതിച്ചതാണ്. അടുത്തത് മാർട്ടിൻ എന്താ പറഞ്ഞ? മാർട്ടിൻ കേൾക്കണോ? മാർട്ടിൻ പറഞ്ഞില്ലേ ഇതിലെ പ്രതി ഈ കേസ് ദിലീപ് ഏട്ടനെതിരെ ഗൂഢാലോചന നടത്തിയത് ആരാണ്? ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും മറ്റൊരു നടിയും കൂടിയാണ് എന്ന് പറഞ്ഞ ബൈറ്റ് വേണോ? അപ്പം അത് മാർട്ടിൻ പ്രതി പറഞ്ഞതാണ്. അപ്പം നിങ്ങളിതൊന്നും സമ്മതിച്ചാൽ തയ്യാറല്ല. കാരണം ഗൂഢാലോചന സിദ്ധാന്തമാണ് ദിലീപ് പറഞ്ഞ, ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന എന്ന കാര്യമാണ് സജി നന്ദിയാട്ട് പറയുന്നത്. ഇത് പലചരക്കയുടെ അല്ല സാർ കോടതി. ശരി, ഓക്കെ, അതാണല്ലോ സജി നന്ദിയാട്ടിന്റെ വാദം. പലചരക്കയുടെ അല്ല കോടതി കേട്ടോ. ശരി, എല്ലാ വിധി വരുമ്പോഴും അത് പറഞ്ഞാൽ മതി. ശരിയായിട്ടുള്ള കാര്യം. ശരി. ശ്രീ ബൈജു കൊട്ടാരക്കര, ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് ആരോപിക്കുന്നത്. ഇവിടെ അത് കുറെ കൂടി വിശദമായി സജി നന്ദിയാട്ട് പറഞ്ഞു. ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും മറ്റൊരു നടിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചന, ദിലീപ് ഇങ്ങനെ ഉയർന്നു പൊങ്ങുമ്പോൾ ദിലീപിനെ താഴ്ത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഗൂഢാലോചന എന്നാണ്. ദിലീപ് ഇന്ന് കുറ്റവിമുക്തനായി പുറത്തു വന്നതിന് ശേഷം ആദ്യം പേര് എടുത്തു പറഞ്ഞത് മഞ്ജുവിന്റെയാണ്, മുൻ ഭാര്യയുടേതാണ്. അപ്പോൾ ഇത് ഞാനാണ് ഇര എന്ന് സ്ഥാപിക്കാൻ ദിലീപിന് കഴിയുന്ന വിധത്തിലേക്ക് മാറുമോ പൊതുബോധം? അഭിലാഷ്, ദിലീപിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ദിലീപിൻ്റെ ഒരു ഡയലോഗ് ഇട്ടിരുന്നല്ലോ, ദൈവമാണ് എന്നെ, ദൈവം സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെന്നെങ്കിൽ അങ്ങനെ ഒരു ദൈവം വേണ്ടാന്ന് വെക്കുന്നതല്ലേ നല്ലത്? വൃത്തികേടുകൾ കാണിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഇവരൊക്കെ മാറിയാലും ഒരു ദൈവം ദിലീപിനെ രക്ഷിച്ചു. അവ ആരാണെന്ന് വെച്ചാൽ ജഡ്ജി അമ്മാവനാണ്. ജഡ്ജി അമ്മാവൻ കോവിൽ, മുണ്ടക്കയത്തുള്ള ജഡ്ജി അമ്മാവൻ കോവിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു, അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു, കേട്ടിട്ടുണ്ട്. അങ്ങനെ ജഡ്ജി അമ്മാവൻ എന്തായാലും ദിലീപിനെ രക്ഷിച്ചു എന്ന് വേണം ഇപ്പോൾ പറയാൻ. അപ്പോൾ എന്താണെങ്കിലും ദിലീപ് ഈ കേസിനകത്ത് ഇപ്പോൾ സജീവന്തായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ദിലീപിൻ്റെ വളർച്ചയിൽ ആർക്കായിരുന്നു അസൂയ എന്ന് സജീവന്തായിട്ടൊന്ന് പറയണം. ഒന്ന് പേരെടുത്ത് പറയൂ, ആർക്കായിരുന്നു ദിലീപിൻ്റെ ഈ വളർച്ചയിൽ അസൂയ? ആർക്കായിരുന്നു? കാവ്യ മാധവനെ ദിലീപ് കല്യാണം കഴിച്ചതിൽ ആർക്കായിരുന്നു അസൂയ? ഇതൊക്കെ ഇവർ തെളിച്ചു പറയേണ്ട കാര്യങ്ങളാണ്. ഇനി നേരത്തെ ഹരീഷ് വാസുദേവനൊക്കെ പറഞ്ഞതുപോലെ ഈ വിധിന്യായം കയ്യിൽ കിട്ടിയതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റൂ. ഏതൊക്കെ വസ്തുതകളാണ് ജഡ്ജി പരിശോധിച്ചത്, ഏതൊക്കെ വസ്തുതകളാണ് തിരസ്കരിച്ചത്, ഏതൊക്കെ തെളിവുകളാണ് എടുത്തത്. നേരത്തെ പറഞ്ഞല്ലോ ഏതാണ്ട് 861 ഡിജിറ്റൽ തെളിവുകൾ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഏതാണ്ട് 1400 രേഖകൾ ഹാജരാക്കിയില്ലേ?
എത്രയോ വോയിസ് ക്ലിപ്പുകൾ ഹാജരാക്കിയില്ലേ? ആ വോയിസ് ക്ലിപ്പുകൾ ഹാജരാക്കിയതിൻ്റെ കൂട്ടത്തിൽ ഒരു നല്ല വോയിസ് ക്ലിപ്പ് ഉണ്ട്. അഭിലാഷം കേട്ടുവാണെന്ന് ഓർക്കുന്നു. ആ മാതൃഭൂമിയൊക്കെ പിന്നെ ടെലികാസ്റ്റ് ചെയ്ത സംഗതിയാണ്. അതെന്താണെന്ന് അറിയില്ലേ? തേടിയപള്ളി കാലിൽ ചുറ്റി. ആ തേടിയപള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഒരു അഭിഭാഷകൻ അത് ദിലീപിൻ്റെ അനുജന് അയച്ചു കൊടുത്ത സാധനമാണ്. അത് ബോംബെയിൽ നിന്ന് അഡ്ഡാവിൽ നിന്ന് ആ സാധനം റിട്രൈവ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അത് പുറത്തായതാണ്. അപ്പോൾ ആ ഒരു ഓഡിയോ കിടപ്പുണ്ട് ഇപ്പോഴും. ആ ഓഡിയോ പൊതുജന മധ്യത്തിൽ കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ കേൾക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കും, ഉറപ്പല്ലേ? അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ജഡ്ജിയെ സ്വാധീനിക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പ്. ആ വോയിസ് ക്ലിപ്പ് മിക്കവാറും ആളുകളൊക്കെ കേട്ട് കഴിഞ്ഞ ഒരു വോയിസ് ക്ലിപ്പാണ്. അപ്പോൾ ഒന്നത്. രണ്ട്, അതിജീവിതം 4 തവണ കൊടുത്തില്ലേ ഈ ജഡ്ജിനെ മാറ്റണം. ജഡ്ജ് എന്തോ എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു കുറിച്ചെടുക്കണം മാഡം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ സ്റ്റെനോ അല്ല എന്ന് പറഞ്ഞു എന്നാണ് അതിജീവിതം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ജഡ്ജിനെ പറ്റില്ല, മറ്റു ജഡ്ജിനെ വെക്കണം എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും അത് മാറ്റിയിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കോടതിയിൽ നിന്ന്, അതായത് ഈ വിചാരണ കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ നിന്ന് 3 കോടതിയിൽ നിന്ന് ആ മെമ്മറി കാർഡ് അത് ആക്സസ് ചെയ്തിരുന്നു. സാധാരണ ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഒരു 20 മുതൽ എന്ന് പറയുമ്പോൾ വക്കീലന്മാരൊക്കെ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ ഈ പാനലിൽ ഇരിപ്പുണ്ടല്ലോ, അവർക്കറിയാമല്ലോ. അതായത് ജുഡീഷ്യൽ ഓഫീസറാണല്ലോ അതിൻ്റെ കസ്റ്റോഡിയൻ. അങ്ങനെ ഇരിക്കുന്ന ഈ മെമ്മറി കാർഡ് 3 കോടതികളിൽ നിന്നാണ് വെളിയിൽ പോയത്. അങ്കമാലി കോടതിയിൽ നിന്ന് വെളിയിൽ പോയി. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു കൗസറുടെ ഭാഗത്ത് എന്ന് പറയുന്ന ജസ്റ്റിസ് കൗസറുടെ ഭാഗത്ത് അന്ന് അവിടെ ജഡ്ജായിരുന്ന ആ സമയത്ത് ആ കോടതിയിൽ നിന്ന് വെളിയിൽ പോയി. അതുപോലെ വിചാരണ കോടതിയിൽ നിന്ന് വെളിയിൽ പോയി. 3 കോടതികളിൽ നിന്ന് ആക്സസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതാരാ? ദിലീപാണോ? അയാൾക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു അതിന് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത്? കാരണം ഒരു നടിയുടെ അവരുടെ ഭാവി വെച്ചുള്ള അവരുടെ മാനം വെച്ചുള്ള കളിയാണത്. അപ്പോൾ അതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് കോടതിയിൽ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു അന്വേഷണമേ വേണ്ട, ഇതിന് ഹർജി കൊടുത്ത ആളാണ് ദിലീപ്. അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇവരിത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. 101% അവർ മാനിപ്പുലേറ്റ് ചെയ്തു. അവരിത് റീക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വരെ പുറത്തു വന്നില്ലേ? തൃശ്ശൂർ നിന്ന് എറണാകുളം അത്താണി വരെ സഞ്ചരിച്ച് അവിടെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ആ വീഡിയോ എങ്ങനെയൊക്കെയാണ് എന്ന് ചിത്രീകരിച്ച് കൊണ്ടു കൊടുക്കുന്നതിൻ്റെ വീഡിയോ സഹിതം പുറത്തു വന്നതാണല്ലോ. അങ്ങനെ എത്ര തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ആടിനെ പട്ടിയാക്കുന്നത്? ഇതിൽ നിന്ന് ഒറ്റ കാര്യമേ മനസ്സിലാക്കാവുള്ളൂ പിന്നെ അഭിലാഷേ, അതായത് പണവും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ നീതിയൊക്കെ ഏത് നീതി ശാസ്ത്രത്തിന് മേലെയായി പോകും എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. എനിക്കൊരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ മാന്യനെ അല്ല അഭിലാഷ്, ഈ 8.5 വർഷം കൊണ്ട് മാനസികാവസ്ഥ വളരെ തകരാറിലായ ഈ മാന്യ ദേഹത്തിന് ഒരു 10-15 കോടി രൂപ പിന്നെ സഹായമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതായിട്ട് എന്താ പറയുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനും കൂടി വിധിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ വിധിക്കാത്തതിൽ എനിക്ക് ഖേദമുണ്ട് കേട്ടോ. ശരി, ഓക്കെ ഞാൻ സത്യനാട്ടിലേക്ക് വരാം. അടുത്ത ആശ ഉണ്ണിത്താൻ, നീതി നടപ്പായാൽ മാത്രം പോരാ, നീതി നടപ്പായി എന്ന് ആളുകൾക്ക് ബോധ്യം വരിക കൂടി വേണം എന്ന ഒരു അലിഖിതമായ നിയമതത്വം ഈ നിയമത്തിന്റെ കോറിഡോറുകളിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇവിടെ പക്ഷേ എല്ലാവർക്കും ബോധ്യമാവുന്നില്ല. എല്ലാവർക്കും ബോധ്യപ്പെടുന്നത് പോലെ കോടതിക്ക് വിധി പ്രസ്താവിക്കാനാകുമോ എന്ന വേറെ പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ കേസ് നടത്തിയതിന് അതിജീവിതയെ ശിക്ഷിക്കാത്തത് ഭാഗ്യം എന്ന മട്ടിലൊക്കെ സമൂഹം അഭിപ്രായപ്പെടുന്നത് നമ്മുടെ ജുഡീഷ്യറിയുടെ ക്രെഡിബിലിറ്റിക്ക് അത്ര ഗുണകരമല്ലല്ലോ. ഇവിടെ തന്നെ സൂചിപ്പിച്ച ഫെയർ ആയിരുന്നില്ല എന്ന നിലയിൽ ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കെ വളരെ സെൻസിറ്റീവായ ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡുകൾ അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയോ ഏറ്റവും കുറഞ്ഞത് അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുകയോ ചെയ്തിട്ടുണ്ട്. ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ളത് സയന്റിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഒടുവിൽ ഈ കേസിന്റെ പര്യവസാനം എന്തുകൊണ്ട് ഇങ്ങനെയായി? എങ്ങനെയായെന്ന് ചോദിച്ചാൽ അതിൻ്റെ റീസൺ അറിയണമെങ്കിൽ ഇത് മൊത്തം വേർഡിക്റ്റ് വന്നിട്ട് വായിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വേർഡിക്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു വേർഡിക്റ്റാണ്. കാരണം തുടക്കം തൊട്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതിജീവിതയും പറഞ്ഞിരുന്നു, അതിജീവിതയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പറഞ്ഞിരുന്നു, നോക്കൂ ഇങ്ങനെയല്ല കേസ് മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെയല്ല എനിക്ക് ഫെയർ ട്രയൽ കിട്ടേണ്ടത്, എനിക്ക് ഫെയർ ട്രയൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കോടതി മാറണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിനെയും ഹൈക്കോടതിനെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്കത് അനുവദിച്ച് കിട്ടിയില്ല.
പിന്നെ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ പ്രോസിക്യൂട്ടേഴ്സ് നിരാശയോടെ ഇറങ്ങി വരേണ്ടി വരിക, പുതിയ പ്രോസിക്യൂട്ടേഴ്സിനെ വെക്കേണ്ടി വരിക. അവസാന നിമിഷം അജകുമാർ സാറിനൊക്കെ പ്രോസിക്യൂട്ടറായിട്ട് വെക്കേണ്ട സമയത്തൊക്കെ കേരളത്തിൽ ഇത്രയും അധികം അഭിഭാഷകരുണ്ടായിട്ട് ഒരു അഭിഭാഷകനെ ഏറ്റവും നല്ല ഒരു ക്രിമിനൽ, അതായത് രാമൻപിള്ളയ്ക്ക് ഒപ്പം നിൽക്കുന്ന ഒരു നല്ല അഭിഭാഷകനെ വെച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടില്ല, പണമുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അഭിഭാഷകൻ തിരുവനന്തപുരം വിട്ട് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് ഈ കേസ് മാത്രം ചെയ്യണമെങ്കിൽ അതിനുള്ള വരുമാനം കൊടുക്കുന്നില്ല, താമസിക്കാൻ ഇടം കൊടുക്കണം, ജൂനിയേഴ്സിനെ കൊടുക്കണം, എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്യണം, ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ വിത്തൗട്ട് എനിത്തിങ് ആണ് ഫൈറ്റ് ചെയ്യണത്. അപ്പോൾ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലാണ് കാണുന്ന കാര്യം, ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും ദിലീപിൻ്റെ ഫോണൊന്നും പിടിക്കുന്നില്ല. ദിലീപിൻ്റെ ഫോണുകളൊക്കെ തന്നെ സേഫായിട്ടിരിക്കുകയാണ്. പിന്നീട് ദിലീപിനോട് ഫോൺ ചോദിക്കുമ്പോൾ ദിലീപ് ഫോണ് വിദേശത്തേക്ക് ബോംബെയിലേക്ക് കൊണ്ടുപോയി അത് ആവശ്യമുള്ള രീതിയിലൊക്കെ മാറ്റി ടാമ്പർ ചെയ്ത് ബാക്കിയുള്ള എവിഡൻസ് ആയിട്ടാണ് വരുന്നത്. ഇത് കൃത്യമായി തന്നെ അജകുമാർ സാറ് രാമൻപിള്ള സാറിൻ്റെ ഓഫീസിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സായി ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈബർ എക്സ്പെർട്ടിനെ കൊണ്ടുപോയി ഇരുത്തിയവർ ചെയ്തിരുന്നു. അയാൾക്ക് പൈസ കറക്റ്റ് കൊടുക്കാത്ത കാരണം കൊണ്ട് അയാളും അവരും തമ്മിൽ തർക്കത്തിൽ വന്നിട്ട് അയാളുടെ മുഴുവൻ എവിഡൻസും അവരെ കയ്യിൽ വിട്ടു. കേരള പോലീസിനെ എടുക്കാൻ സാധിച്ചില്ല. നമ്മുടെ ഡിഫൻസ് വക്കീലിൻ്റെ ഓഫീസിൽ നിന്നും അങ്ങോട്ട് കയറി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ട് എന്നല്ല ഉറപ്പുണ്ടോ? അതിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് വേണം. അവിടെ ഇത് സായി ശങ്കർ പറഞ്ഞ വാക്ക് കേട്ട് പോകേണ്ടി വരും. അവിടെ ചിലപ്പോൾ അവിടെ നിന്നും അത് മാറ്റിപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു വല്ല സ്ഥലത്താകാം. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള എവിഡൻസ് ആണ് നമുക്ക് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിലുള്ളത്. ഒന്ന് ഓറൽ എവിഡൻസ്, മറ്റൊന്ന് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പേപ്പേഴ്സ് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റു സംഗതികൾ മാത്രമല്ല വരുന്നത്, കൃത്യമായി തന്നെ ഡിജിറ്റൽ എവിഡൻസ്, ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. പക്ഷേ ഈ ഡിജിറ്റൽ എവിഡൻസ് എവിടെ? ഓറൽ എവിഡൻസ് ആളുകൾ മാറ്റി പറയുമ്പോൾ അതിന് സപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഡിജിറ്റൽ എവിഡൻസ് എവിടെ? പൾസസുനിയും ഇദ്ദേഹവും തമ്മിൽ, ദിലീപും തമ്മിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടു, തൃശ്ശൂർ. പക്ഷേ അവർ രണ്ടുപേരുടെയും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന തെളിവുകൾ കൃത്യമായിട്ട് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അവിടെ എന്താ പറയുക, സാക്ഷി പറയാൻ വന്ന ആള് സാക്ഷി മാറ്റി പറഞ്ഞു, അവിടുത്തെ വിറ്റ്നസ് മൊഴി മാറ്റി പറഞ്ഞു. അങ്ങനെ സിനിമാ മേഖലയിലെ ആൾക്കാർ മോട്ടീവ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ അവർ കൃത്യമായി തന്നെ മൊഴി മാറ്റി പറഞ്ഞു. പിന്നെ ആർക്ക് വേണ്ടിയാണ് പൾസസുനി ചെയ്തത്? പൾസസുനി പറയുന്നത് ഒരു കൊട്ടേഷനാണെന്ന്. പൾസസുനി അങ്ങനെ പറഞ്ഞു എന്ന് അയാളും സമ്മതിക്കുന്നു, അതിജീവിതയും പറയുന്നു. പിന്നെ അതിൽ ഇനി വേറൊരു കൊറോബറേറ്റീവ് എവിഡൻസിൻ്റെ ആവശ്യമില്ല. പൾസസുനി പറയുന്നു ഞാൻ ക്രൈം ചെയ്തിട്ടുണ്ട്, ഇന്ന ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് അതിജീവിതയും പറയുന്നു. അപ്പം ഇതിന് വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ ജഡ്ജ്മെൻറ്റും ഇത്രയും കാലത്തുണ്ടായത്? അത് ഇതെല്ലാം പകൽ പോലെ സത്യമായിട്ടുള്ള അതിജീവിതം സമ്മതിക്കുന്ന, കുറ്റക്കാർ സമ്മതിക്കുന്ന കാര്യമാണ്. പൾസസുനി പറയുന്നു ഞാൻ ഇന്ന ആൾക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന്, അല്ലെങ്കിൽ ഇവർ പറയും. അപ്പോൾ അത് മാത്രം അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ആ മൊഴി ഒരിക്കലും എടുക്കാൻ തയ്യാറാകുന്നില്ല. ആ മൊഴിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സാഹചര്യ തെളിവുകളൊന്നും തന്നെ എടുക്കുന്നില്ല. ഇതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മനസ്സാണ്. കോടതിയുടെ മനസ്സ് എങ്ങനെ ഇരിക്കണം? കോടതിയുടെ മനസ്സ് കുറ്റം, ഒരു ക്രൈം നടന്നിട്ട് ഇപ്പം നമ്മുടെ സൗമ്യ മരിച്ചു, സൗമ്യനെ റേപ്പ് ചെയ്ത് കൊന്നു, സൗമ്യ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ, അതിൽ മാത്രമേ ശിക്ഷ കിട്ടിയിട്ടുള്ളൂ. സൗമ്യ കൊല്ലപ്പെട്ടൊന്നുമില്ല, പക്ഷെ സൗമ്യ മരിച്ചു കഴിഞ്ഞു. സൗമ്യനെ ആര് കൊന്നു? ഗോവിന്ദചാമി കൊന്നിട്ടില്ല, കോടതിയുടെ മുന്നിൽ ഗോവിന്ദചാമി കൊണ്ടിട്ടില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ആർക്ക് വേണ്ടി റേപ്പ് ചെയ്തു? ആരാണ് കൊട്ടേഷൻ കൊടുത്തത്? എന്തിനാണ് ചെയ്തത്? പൾസസുനിക്ക് ഒരു വൈരാഗ്യമില്ല, മറ്റാളുകൾക്കൊന്നും വൈരാഗ്യമില്ല. ആ ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ ആ ബസ് ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ ആ മറ്റു പ്രതികൾക്കോ തന്നെ, ബേക്കറിക്കാരനോ. എനിക്ക് മറുപടി പറയാനുണ്ട് ഇതിനൊക്കെ. തരാം, സമയമുണ്ട്. നമ്മൾ ചർച്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ഒരു ഒറ്റ മിനിറ്റിന്റെ ഇടവേള വേണം. താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയം തരും. ശ്രീ സജി നന്ദിയാട്ട്, താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയം തരും. നമ്മള് ചർച്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശരി, ചർച്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. താങ്കൾക്ക് സമയം തരും. ഒരു ചെറിയ ഇടവേള ഉണ്ട്. ഇടവേളയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ. ചർച്ചയിലേക്ക് കൊണ്ട് ശ്രീ സജി നന്ദിയായിട്ട്, താങ്കളുടെ ഒബ്ജക്ഷൻ എന്താണ്? ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ ഒരു പുസ്തകമുണ്ട്, ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ്, പ്രവചിക്കപ്പെട്ട ഒരു മരണത്തിന്റെ പുരാവൃത്തം. ഈ കേസ് ഒരു പുസ്തകമോ നോവലോ സിനിമയോ ഒക്കെ ആക്കിയാൽ ഇടാൻ പറ്റുന്ന പേരും അതാണ്, പ്രവചിക്കപ്പെട്ട ഒരു വിധിയുടെ പുരാവൃത്തം. കാരണം ഈ വിധി എല്ലാവർക്കും ഇങ്ങനെ ആവുമെന്ന് അറിയായിരുന്നു. ഇത് പ്രവചിക്കപ്പെട്ട ഒരു വിധിയാണ്. അപ്പോ ഇവിടെ അഭിഭാഷകർ ഈ കേസിൽ കൃത്യമായി മെറ്റിക്കുലസ് ആയി മെറ്റീരിയൽസ് പഠിച്ച അഭിഭാഷകരാണ് ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സമൂഹത്തെ നീതിപൂർവകമായ ട്രയലിലാണ് ദിലീപ് കുറ്റവിമുക്തനാക്കിയത്, ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കാൻ താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഈ ഒന്നാം തരം കല്ലുവെച്ച നുണകളെല്ലാം ഇവർ പറഞ്ഞുകൊണ്ട് കുറെ നാളുകളായിരിക്കുക. ഒന്നാമത് ബൈജു കൊട്ടാരക്കര പറയാണ്, അതായത് ദൃശ്യം മെമ്മറി കാർഡിന്റെ ആഷ് വാല്യൂ മാറി,
അറിയില്ലേ? ഈ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആരാണ്? അന്വേഷണ ഉദ്യോഗസ്ഥരും പബ്ലിക് പ്രോസിക്യൂട്ടറും ആണേ, എല്ലാവർക്കും അറിയാവേ. കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് മാറിയത്. ആരാണ്? അല്ല അല്ല അത് സമ്മതിച്ചല്ലോ. കോടതിയുടെ മെമ്മറി കാർഡിന്റെ ആശ്വാസം മാറിയെന്ന് ഞാൻ എന്റെ വാഹനം അല്ല പറയട്ടെ അഭിലാഷേ ചുമ്മാ മനുഷ്യനെ ആടിനെ പട്ടിയാക്കല്. ഞാൻ പറയുന്നത് നിങ്ങൾ എന്റെ യുക്തി, ഞാൻ യുക്തിയുള്ള ജനങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അസഹിഷ്ണ മര്യാദയില്ലേ? നിങ്ങൾക്ക് ഇതുവരെ മടുത്തില്ലേ? ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യം, കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ, ഞാൻ ചർച്ചയിൽ പോവാ, നിങ്ങൾ ഇത് വസ്തുത അല്ലെങ്കിൽ പറ, ആണോ അല്ലയോ പറയട്ടതേ. സമ്മതിക്കുന്നല്ലോ. നിങ്ങൾക്ക് എങ്ങനെ ദിലീപിന്റെ വിധി മോശമാണ്, അത് ഫേവർ എന്ന് വരുത്താനല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണേ? അല്ല, ചോദ്യത്തിന് ഉത്തരം പറ. ഞാൻ പറയുന്നു, ദൃശ്യത്തിന്റെ ആഷ് വാല്യൂ മാറിയിട്ടില്ല. ചേട്ടാ, ഇത് എന്തുവാണ് ജനങ്ങളെ കളിപ്പിക്കാൻ നിങ്ങള്? ദൃശ്യത്തിന്റെ ആഷ് വാല്യൂ മാറിയിട്ടില്ല, പകരം അതിലുണ്ടായിരുന്ന പല കേസുകളുടെ ആഷ് വാല്യൂ മാറി. ഈ മെമ്മറി കാർഡ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് നിയമപരമായി കോടതിയാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ആരാണ്? പോലീസാണ്. രണ്ട്, ദിലീപ് പറയുമ്പോൾ അന്വേഷിക്കുകയും ദിലീപ് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നതാണോ? അല്ലല്ലോ. രണ്ട്, അടുത്തൊരു കാര്യം പറയാണ്, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് പോയിലേക്ക് ഞാൻ പലതും മറന്നുപോകും. കാരണം ഒത്തിരി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേടി വെളി കാലം ചുറ്റി. അതിൻ്റെ അർത്ഥം എന്താ? അത് ഇതുമായി ബന്ധപ്പെട്ടാണോ? ഇവർ ഓരോ സന്ദർഭത്തിൽ മുറിയും മറ്റവും പേജ് അല്ലെങ്കിൽ സെക്കൻഡുള്ള ഓരോ ശബ്ദം എടുത്തിട്ട് ഇതിൻ്റെ കോൺടെക്സ്റ്റോട്ട് മാറ്റുക. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, അഭിഭാഷകർ അത് രണ്ടുപേരോടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ രണ്ടുപേരോട് ഒറ്റ കാര്യമുള്ളൂ. ഇവർ പറഞ്ഞ തെളിവുകൾ കോടതിയിൽ എടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ രജിസ്ട്രാർക്ക് പരാതി കൊടുക്കാത്തത്? എന്തേ കൊടുക്കാത്ത? ഈ ചാനൽ വന്നിട്ട് പാവപ്പെട്ട ജനങ്ങളെ കളിപ്പിച്ച് വർത്താനം പറയാണ്, അവരെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. അതല്ല സത്യം. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട അന്ന് എന്നാ ഫെബ്രുവരി 10, അന്ന് ദിലീപിന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. അറസ്റ്റ് ചെയ്യുമെന്ന് അറിയാതെ പോയതല്ലേ. ആ ഫോൺ ഇവർ പരിശോധിച്ചല്ലോ. എന്തേ? 2 ബോംബെ കൊണ്ടുപോയ ഫോണ്, അതിൽ നിന്നും ഫോറസ്റ്റിക്ക് ഉത്തരവുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞു ബോംബെ കൊണ്ടുപോയ എല്ലാ ഫോണിന്റെയും റിട്രീവ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയെന്ന്. ഇവർ ചുമ്മാ പൊതുസമൂഹത്തെ ഇപ്പോഴും പച്ചയ്ക്ക് വിധി വന്നിട്ട് പോലും പൊതുസമൂഹത്തെ ഈ വിധി ഫേവർ അല്ല, ഈ ജസ്റ്റ് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ കുറേ കാര്യം പറയാതെ ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ തെളിവെല്ലാം കൂടെ നിങ്ങളുടെ ഇരിക്കുന്ന തെളിവെല്ലാം കൂടെ കൊണ്ട് രജിസ്ട്രാർക്ക് നാളെ കൊടുക്കണം. ഇതേ ഇന്ന തെളിവ് ഞങ്ങളുടെ സ്വീകരിച്ചില്ലെന്ന് വേഗമായി കൊടുക്കുന്ന തെളിവുകൾ ആരും സ്വീകരിക്കില്ല സാർ. ഇതെന്താണെന്നറിയോ? ഇതിനകത്ത് അല്ല പറയട്ടെ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടാൽ ദിലീപ് മൊബൈൽ ഒന്നും കൊടുത്തില്ല, അതിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ടില്ല. ദിലീപിന്റെ കയ്യിലല്ലല്ലോ ഇതിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോഴും ദിലീപ് നിങ്ങളുടെ കുറ്റവാളിയാക്കാൻ മാക്സിമം അയാളെ നശിപ്പിക്കാവോ? അയാളുടെ 8 വർഷത്തെ ജീവിതം കളഞ്ഞു, അയാളുടെ കരിയർ കളഞ്ഞു, അയാളുടെ കുടുംബത്തെ വഴിയാതെ കോടതി പറഞ്ഞു. നിങ്ങൾ മാധ്യമങ്ങളാണോ? നിങ്ങൾ മാധ്യമങ്ങളാണോ വിധിക്കുന്നത്? നിങ്ങൾ മാധ്യമങ്ങളല്ലല്ലോ, കോടതിയല്ലേ വിധിക്കേണ്ടത്. കുടുംബം അയാളുടെ കരിയർ നശിപ്പിച്ചിട്ട് ഇപ്പോഴും ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മാധ്യമങ്ങളാണോ കേസെടുത്തത്? മാധ്യമങ്ങളാണോ ട്രയൽ നടത്തിയത്? മനസാക്ഷി മാധ്യമങ്ങളാണോ കേസെടുത്തത്? നിങ്ങളെ മാധ്യമങ്ങളാ കേസെടുപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാ ഇതിൽ ഇല്ലെന്ന്. മുഖ്യമന്ത്രി പറഞ്ഞോ മാധ്യമങ്ങളാ കേസെടുപ്പിച്ചെന്ന് പറഞ്ഞോ? ചർച്ച നടത്തണം, പരസ്യത്തിന് കാശ് പിടിക്കണം. നിങ്ങളൊക്കെ എന്തൊക്കെ ഇത് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. ഒന്നാമത്തെ അന്വേഷണത്തിൽ ഒരു തെളിവില്ലാത്തോണ്ട് രണ്ടാമതൊരു ഭാരതകുമാരെ കൊടുത്തത് എന്തായി? ഇത് മുഴുവൻ കുറച്ച് ഇത് കോടതിക്ക് വേണ്ട ക്ലിയർ ക്രിസ്റ്റൽ തെളിവാ സാർ. അത് കൊടുക്കാൻ പറ്റിയോ? ഒരെണ്ണമെങ്കിലും വിശദീകരിക്കേണ്ട കാര്യമാണ്. പൾസസുനി നമ്മളെ ബന്ധം തെളിയിക്കാൻ പറ്റിയോ? ശരി, അതാണല്ലോ എങ്ങാണ്ട് ഫോട്ടോഷോപ്പ് എടുത്ത ഫോട്ടോയോ? നിങ്ങൾ ആരോടാ ഇതൊക്കെ പറയുന്നത്? എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വിധിപ്പകർപ്പ് വരുമ്പോഴാണല്ലോ പൂർണ്ണമായും പറയുക. നമ്മുടെ ഈ ട്രയലിനിടയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. മലയാളിക്കെല്ലാം മനസ്സിലായി സാർ. അല്ല, ഇപ്പൊ എല്ലാം കൂടെ മലയാളിയുടെ തലക്കിട്ടോ ഇവിടെ ശരി പറഞ്ഞതാണ് കറക്റ്റ്. മലയാളികൾക്കെല്ലാം അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. സജീവന്തിയായിട്ട് ശരി മനസ്സിലായിട്ടുണ്ട്. എന്തായാലും വിധിപ്പകർപ്പ് വരട്ടെ. അപ്പൊ നമുക്ക് ഓരോ വിഷയങ്ങളിലും ജനങ്ങൾ മുഴുവൻ പറഞ്ഞു തുടങ്ങി എന്താന്ന് ഓരോ വിഷയവും എങ്ങനെ എന്നുള്ളത് എന്തായാലും വിധിപ്പകർപ്പ് വരട്ടെ. ഇവിടെ കുറച്ച് മാധ്യമ വിചാരണ മാധ്യമ വിചാരണ അവിടെ നിൽക്കട്ടെ. കോടതിയിൽ നടന്ന വിചാരണ ഫെയർ ആണോ അല്ലയോ എന്നുള്ള സംശയമാണല്ലോ അതിജീവിതയോടൊപ്പം നിൽക്കുന്ന ആളുകൾ പ്രകടിപ്പിക്കുന്നത്. മാധ്യമ വിചാരണയെ വിമർശിച്ചൊക്കെ നമുക്ക് എത്ര ചർച്ച വേണമെങ്കിലും നടത്താം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാധ്യമ വിചാരണ കൊണ്ട് ഇപ്പൊ ആരെയും തൂക്കിക്കൊല്ലാനോ ജയിലിലടക്കാനോ ഒന്നും പറ്റില്ലല്ലോ. നീതി ലഭിക്കത്തുള്ളൂ. നിങ്ങൾ എന്താ പറഞ്ഞു വെക്കുന്നത്? നിങ്ങളെ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ദിലീപിനെ ശിക്ഷിച്ചിട്ട് മാത്രമേ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്ന എപ്പോഴാ? യഥാർത്ഥ പ്രതിയെ ശിക്ഷിക്കുമ്പോഴാ. യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചോ?
നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം അല്ല യഥാർത്ഥ പ്രതിയെ ശിക്ഷിച്ചോ? ആരാ യഥാർത്ഥ പ്രതി? പൾസർ സുനിയുടെ ഗൂഢാലോചനയായിരുന്നു. CBI വരാൻ തന്നെ സമ്മതിക്കാഞ്ഞേ? CBI എന്നെ സമ്മതിക്കാഞ്ഞേ? അല്ല ഈ കേസ് ആദ്യം പുറത്ത് കിടന്ന് കറങ്ങുന്ന പലരും അകത്ത് കിടന്ന് കറങ്ങിയേനെ. ഇതൊന്നും മുകളിലെ ജുഡീഷ്യറിയിലേക്ക് എത്തട്ടെ സാർ. CBI വരാൻ ഇത് അന്തിമ വിധിയല്ലല്ലോ. ഇനി അടുത്ത കോടതിയിലേക്ക്, ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ എത്തട്ടെ. ആഹ്ലാദിക്കാം, അർമാദിക്കാം. അതിനിപ്പോ ഈ രാത്രിയിൽ കുഴപ്പമൊന്നും, ഞാനതിന് കുറ്റമൊന്നും പറയില്ല. പക്ഷേ ഒരല്പം സംയമനം നല്ലതാണ്. അയ്യോ, ഇനി ഹൈക്കോടതി മോശമാണെന്ന് പറയും. അല്ല, എന്തായാലും ഹൈക്കോടതി സുപ്രീം നമുക്ക് 3 തലങ്ങളിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പോ ഏതായാലും ഒരു വിധിയെ പൂർണ്ണമായും തമസ്കരിക്കാനോ തള്ളിക്കളയാനോ മാധ്യമ ചർച്ചയിൽ പറ്റില്ല. അത് നിങ്ങളുടെ ഭാഗം മാത്രം എടുക്കുക. അപ്പോ അത് വരാനുള്ള ഒരു സാവകാശം കൊടുക്കുക. ഈ രാത്രിയിൽ ആഹ്ലാദിക്കുന്നതിന് കുറ്റമൊന്നും ഞാൻ പറയില്ല. പക്ഷേ സാവകാശം ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ സിനിമാ നടനായിപ്പോയി, അയാൾക്ക് കാശുണ്ടായി. അപ്പോ സിനിമാ നടിയായി പോയ പെൺകുട്ടിയോ നശിപ്പിക്കാൻ, അയാളോട് ഗ്രഡ്ജ് തീർക്കാൻ, സിനിമാ നടിയായി പോയ പെൺകുട്ടിയോ അവർ നേരിട്ട ഇപ്പോഴും നേരിടുന്ന ട്രോമയോ അതെന്താ സജീവ് നമ്പ്യാരുടെ വിഷയമല്ലാത്തത്? ഒരു മനുഷ്യന്റെ കരിയർ നശിപ്പിച്ചിട്ട് എന്നിട്ട് കരിയറല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം അപ്പാടെ അവർക്ക് ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആഘാതം, അവരുടെ ട്രോമ, അത് ചെറിയ കാര്യമാണോ? എന്റെ പൊന്ന് സജി നമ്പ്യാട്ടെ, സഹപ്രവർത്തകരെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ആളുകളുടെ ജീവിതത്തിന്റെ മഹിമയോർത്ത് അല്ലെങ്കിൽ അതിന്റെ തകർച്ചയോർത്തുള്ള മനസ്താപമൊന്നും എന്തായാലും എനിക്കില്ല. താങ്കൾക്കുണ്ടെങ്കിൽ അത് താങ്കൾ വെച്ചോ. ഒരു പെൺകുട്ടി, അവരുടെ ജീവിതം, അവരുടെ കരിയറല്ല, അവരുടെ ജീവിതമാണ്. അവരുടെ ജീവനുള്ള കാലത്തോളം അവർക്ക് ആ ട്രോമ ഉണ്ടാവും. അതിനെ അങ്ങ് നിസാരവൽക്കരിക്കല്ലേ? നിങ്ങൾ പൊതുസമൂഹത്തെ കബളിപ്പിച്ചു. പാവാട നിങ്ങളാണ് പറഞ്ഞത്. പേട്ടൻ പാവാട എന്ന് പറഞ്ഞത് ആരാ? നിങ്ങൾ മാപ്പ് പറ പൊതുസമൂഹത്തോട്. 8 കൊല്ലമായിട്ട് പേട്ടൻ പാവാട എന്ന് പറയുന്നത് ഞാനല്ല, നിങ്ങളാണ് സജി നമ്പ്യാട്ട്. ആ പാവാട, സജി നമ്പ്യാട്ടെ, ആ പാവാട കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നന്നായിട്ട് അലക്കി വെളുപ്പിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അത് മടക്കി അലമാരി വെച്ചേരെ. പേട്ടൻ പാവാട എന്ന് പറഞ്ഞത് ഞാനല്ല, നിങ്ങളാണ്. ഒരു തവണയല്ല, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുണ്ടല്ലോ, ആടിനെ പട്ടിയാക്കും, പട്ടിയെ അതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കോളും. എന്തായാലും 8 കൊല്ലത്തെ പാവാട കഴിഞ്ഞല്ലോ. ആഴ്ചയുടെ നീണ്ട കഥയായിരുന്നല്ലോ. നിങ്ങൾ ആകാശദൂതനെ വെല്ലുന്ന വൈകാരിക കഥകൾ കാട്ടുവന്നിട്ട് എന്തായി? കോടതിക്ക് വേണ്ട തെളിവ് കൊടുക്കാൻ പറ്റും, അതാദ്യം ചോദിക്കുക. അല്ല, കോടതിക്കും ജുഡീഷ്യറിക്കും ഒക്കെ ധാരാളം പരിമിതി ഉണ്ട് സാർ. അതുകൊണ്ട് ഇതുകൊണ്ടെല്ലാം അവസാനിച്ചു എന്നൊന്നും കരുതണ്ട. ഇനിയുണ്ടല്ലോ കോടതി, ഇനിയുണ്ടെന്ന് കോടതികൾ ഇന്നുകൊണ്ട് അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനിയുണ്ട് കോടതി, ഇനിയുണ്ടല്ലോ കോടതി. അതുകൊണ്ട് ഒരു പൊടിക്ക് അടങ്ങ് സജി നമ്പ്യാട്ടെ. ഞാൻ പ്രാർത്ഥിക്കുക, ട്രയൽ കോടതി വിധി വന്നല്ലേ ഉള്ളൂ. ഒരു പൊടിക്ക് അടങ്ങുന്നത് നല്ലതാ. കുറച്ചൊരു പൊടിക്ക് അടങ്ങ്. നിങ്ങളെ ചർച്ചയില് ദിലീപിനെ വെറുതെ വിട്ടത് ശരിയായില്ലെന്ന് സ്ഥാപിക്കാൻ കുറെ ആൾക്കാരെ ആര് സ്ഥാപിച്ചു? അവരവരുടെ അഭിപ്രായങ്ങൾ, അതും ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പറയുന്നത്. ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഒരു ജഡ്ജ്മെന്റ് ചർച്ച ചെയ്യപ്പെടുന്നതിൽ യാതൊരു അപാകമില്ല. ആരെങ്കിലും ആ ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും ദുരുദ്ദേശം ആരോപിച്ചോ? ഇല്ലല്ലോ. ഇതുവരെ ഈ ചർച്ചയിൽ ഒരാളും ആ ജഡ്ജ്മെന്റിൽ ഒരു ദുരുദ്ദേശവും ആരോപിക്കാത്തിടത്തോളം കാലം ആ ചർച്ച ഫെയർ ആണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ജഡ്ജ്മെന്റ് വന്നാൽ ആ ജഡ്ജ്മെന്റ് ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നൊന്നും നിയമമില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും പേടിക്കണ്ട. ആരും ജഡ്ജിയിലോ ജഡ്ജ്മെന്റിലോ ഒരു ദുരുദ്ദേശവും ഇതുവരെ ആരോപിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചർച്ച കൊണ്ടുപോകണ്ട. വെർഡിക്റ്റ് വരട്ടെ, എന്നിട്ട് ചർച്ച ചെയ്യണം പ്ലീസ്. വെർഡിക്റ്റ് വരട്ടെ. വെർഡിക്റ്റിന്റെ വെർഡിക്റ്റ് താങ്കളുടെ കയ്യിലുണ്ടല്ലോ. വരട്ടെ, എന്നെ വിളിക്കണം കേട്ടോ പ്ലീസ്. വിളിക്കും. പിന്നെ ആരെ? താങ്കളെ വിളിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിളിക്കും? ഒരു സ്വാതന്ത്ര്യ സമര പോരാളി ജയിലിലല്ലേ ശ്രീ സജി നമ്പ്യാട്ട്. ബാക്കി പുരുഷന്മാർക്ക് വേണ്ടി യുദ്ധം നയിക്കാനുള്ള മേജർ ജനറൽ താങ്കളല്ലേ. താങ്കളെ വിളിക്കാതെ എങ്ങനെ ഞാൻ ഈ ചർച്ച നടത്തും? അല്ലെങ്കിൽ മറ്റേ പോരാളിക്ക് ബെയിൽ കിട്ടണം. സ്ത്രീകളും അടങ്ങുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന ആളാ. ആയിക്കോട്ടെ, ശരി. ഞാൻ മേലെപ്പറമ്പിൽ ആൺവീട്ടിൽ നിന്ന് വന്നതല്ല. ശരി, ആയിക്കോട്ടെ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. വന്നതല്ല, എന്റെ വീട്ടിലും പെണ്ണുങ്ങളുണ്ട്. ശരി, ആയിക്കോട്ടെ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടെ ശ്രീ ഹരീഷ് വാസുദേവൻ, ഇനിയിപ്പോ ഈ കേസിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഒന്നിപ്പോ വിചാരണ കോടതി തന്നെ ഗൂഢാലോചന ആംഗിൾ തള്ളിക്കളഞ്ഞ, അതല്ലെങ്കിൽ നമ്മൾ വിധി വന്നിട്ടില്ല എങ്കിൽ പോലും കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നുള്ളതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ വിചാരണ കോടതിയിൽ ഇങ്ങനെ ഒരു വിധി വന്ന കേസ് ഇനി മുകൾ കോടതികളിൽ കൂടുതൽ തെളിവുകൾ വിശകലനം ചെയ്ത് അങ്ങനെ വേറൊരു ഫൈൻഡിങ്ങിലേക്ക് പോവുക എന്നുള്ളത് വളരെ വളരെ വിദൂരമായ സാധ്യത മാത്രമല്ലേ? ഒപ്പം ഫെയർ ട്രയൽ നടന്നില്ല എന്ന ആവർത്തിച്ചുള്ള പരാതി ഈ കേസിന്റെ ട്രയൽ വേളയിൽ തന്നെ അതിജീവിത സുപ്രീം കോടതി വരെ ഉന്നയിച്ചിരുന്നു. ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതൊക്കെ നിരാകരിക്കപ്പെടുകയാണ് ചെയ്തത്. ഈ തെളിവ്, പ്രൂഫ് ഏതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം ഉന്നയിച്ചിട്ടും അവർക്ക് സമാധാനം ഉണ്ടാവുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി എന്ത് പ്രതീക്ഷിക്കണം?
അഭിലാഷേ, ഇന്നിപ്പോൾ ഈ ദിവസം നമ്മൾ ഒരു നറേറ്റീവ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ സംഭവം ഉണ്ടായി, ദിലീപിൻ്റെ അറസ്റ്റ് ഉണ്ടായതിന് ശേഷം ഇങ്ങോട്ട് നിരവധിയായിട്ടുള്ള PR എക്സസൈസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ കോടതിയോ കേസോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലുള്ള സംഗതിയാണ്. ഇന്നിപ്പോൾ നടക്കുന്ന ഒരു നറേഷൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ ബഹുമാനമുള്ള രാമപിള്ള സാർ ഉൾപ്പെടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു നറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് തെളിവിൻ്റെ കണിക പോലും ഇല്ലാതെ ആരോ ഗൂഢാലോചന നടത്തി ദിലീപിനെ പ്രതി ചേർത്തു എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മൾ ഈ ബഹളത്തിനിടയിൽ നമ്മൾ ഇത്തരം നറേറ്റീവ്സ് ചിലപ്പോൾ വിഴുങ്ങാനുള്ളൊരു ടെൻഡൻസി പൊതുവെ പൊതുസമൂഹത്തിനുണ്ട്. കാരണം പൊതുസമൂഹത്തിന് ഇങ്ങനെ വേർതിരിച്ച് കാണാനോ അല്ലെങ്കിൽ ഓരോ ഫാക്ട്സിനെയും ഫാക്ട്സ് ആയിട്ട് പരിഗണിക്കാനോ ഓർമ്മയിൽ സൂക്ഷിക്കാനോ ഒന്നും കഴിവുള്ളൊരു പൊതുജനമല്ല. അവരിങ്ങനെ എല്ലാം കേൾക്കുന്ന കൂടെ ഇതും കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ ഇത് കേട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദിലീപിനെതിരെ തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് രാമപിള്ള സാറിനെ പോലെ ഒരാൾക്ക് തോന്നിയിരുന്നെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് FIR ക്വാഷ് ചെയ്യാൻ കോടതിയിൽ പോലാണ്. അത് സംഭവിച്ചു. അവിടെ കോടതി പറഞ്ഞു FIR ക്വാഷ് ചെയ്യാനുള്ള ഈ ഘട്ടമല്ല എന്ന് പറഞ്ഞു. ചാർജ് ഷീറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ആ സ്റ്റേജിലും അത് സംഭവിച്ചില്ല. ചാർജ് ഷീറ്റിൽ നിന്ന് കുറ്റവിമുക്തനാക്കണം, വിചാരണ നേരിടാനുള്ള തെളിവ് പോലുമില്ല പ്രാഥമികമായി, അതുകൊണ്ട് കുറ്റവിമുക്തനാക്കണം അതിനു മുമ്പ് തന്നെ എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് പെറ്റീഷൻ മൂവ് ചെയ്തു. ഈ ഡിസ്ചാർജ് പെറ്റീഷനുമായി ഏതെല്ലാം കോടതികളിൽ ഏതെല്ലാം തട്ടുകളിൽ ഈ വാദം നടന്നു, അവിടെയൊക്കെ എന്താ പരിശോധിച്ചത്? പ്രഥമ ദൃഷ്ട്യാ ഒരാളെ പ്രതിയാക്കി വിചാരണയ്ക്ക് വെക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് സുപ്രീം കോടതി വരെ പരിശോധിച്ച് പലവട്ടം പോയി വന്ന കേസാണിത്. എന്ന് പറഞ്ഞാൽ അവർ കൂടി അംഗീകരിക്കുന്ന ഈ നാട്ടിലെ വിധികളനുസരിച്ച് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കപ്പെട്ടു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യപ്പെട്ടു. എന്നാൽ വിചാരണയുടെ അന്തിമഘട്ടത്തിൽ ഇയാളെ പ്രതി ചേർത്ത് ശിക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ വിളക്കി ചേർക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുകൊണ്ട് ഇത്തരത്തിലൊരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന ആളുകൾക്കെതിരെ തെളിവ് ശേഖരിച്ച് ശിക്ഷിക്കാനുള്ള മതിയായ തെളിവുകളില്ല എന്ന് കോടതി കണ്ടെത്തി അവരെ വെറുതെ വിടും. അപ്പോ ഇതിന് സമ്പൂർണ്ണമായി ഇത്തരത്തിലുള്ള ഒരു, അതായത് കേസിന്റെ വിധി വന്നു എന്നത് കരുതി ഇതൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. ഇതിന്റെ ഭാവി എന്ന് പറയുന്ന ആ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇതിനകത്ത് ഈ വിധി നമ്മൾ വായിച്ചു നോക്കി ആ വിധിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് തെറ്റായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതെന്ന് തോന്നി, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിധിന്യായത്തിൽ വരണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ അഭിലാഷ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് ഈ വിധി വായിച്ചു നോക്കുമ്പോൾ ഏതൊക്കെ തെളിവുകളാണ് പരിശോധിച്ചത്, ജഡ്ജി പരിശോധിച്ചത്, അത് സത്യസന്ധമായിട്ടാണോ നീതിയുക്തമായിട്ടാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രോസിക്യൂഷൻ ചാർജ് ഷീറ്റിൽ ഉന്നയിച്ച ഒരു കാര്യം അത് ജഡ്ജി എഴുതുമ്പോൾ ജഡ്ജ്മെന്റിൽ വിട്ടുപോകുന്നുവെങ്കിൽ അത് നമുക്ക് മേൽക്കോടതിയിൽ അപ്പീൽ വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വിധി വായിച്ചു നോക്കുന്ന ആർക്കും പ്രോസിക്യൂഷൻ ഇത് ഉന്നയിച്ചിരുന്നോ, ഇത് തന്നെയാണോ പ്രോസിക്യൂഷൻ ഉന്നയിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പലതരത്തിലുള്ള ഫാലസികളുണ്ട് ജഡ്ജ്മെന്റിൽ നമുക്ക് കാണാം. നമ്മൾ ഒരു വസ്തുവിനെ പറ്റി ഒരു ആരോപണം ഉന്നയിക്കുന്നു, ജഡ്ജി അത് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കുന്നു, അത് ഒരു സ്ട്രോമാനായി മറ്റൊരു ആരോപണമായി ജഡ്ജി മനസ്സിലാക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി മറ്റൊന്നായിരിക്കും. അപ്പോൾ കൃത്യമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ച വിഷയം തന്നെയാണോ വിധിന്യായത്തിലുള്ളത് എന്ന് പരിശോധിക്കപ്പെടണം. രണ്ട്, ആ വിധിന്യായത്തിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള സംഗതികളാണോ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് നടത്തിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ഇങ്ങനെ അക്കമിട്ട് ചെയ്ത് അതിലില്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ പോവാം, അപ്പീലിൽ റിവേഴ്സ് ചെയ്യാം. എന്തെല്ലാം കാര്യങ്ങൾ കണ്ടിരിക്കുന്നു നമ്മൾ അപ്പീലിൽ. എൻ്റയർ പ്രോസിക്യൂഷൻ കേസ് തന്നെ വീണ്ടും അന്വേഷിക്കുന്ന ഘട്ടം ഉണ്ടായില്ലേ, വാളയാർ കേസ് നമുക്ക് ഓർമ്മയില്ലേ, വീണ്ടും വിചാരണ നടത്താൻ കോടതി പറഞ്ഞില്ലേ. അപ്പൊ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തെളിവും ഇല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ, ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം, ഒരു തെളിവ് കൂടി ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഈ കേസിലെ വിധി പറഞ്ഞ ജഡ്ജി ഹണി വർഗീസ് എന്ന് പറയുന്ന ബഹുമാന്യയായ ജഡ്ജി, അവർക്ക് ഹൈക്കോടതിയിലേക്കുള്ള അവരുടെ പ്രൊമോഷൻ ഡ്യൂ ആയിരിക്കുകയാണ്. ഇത്ര എളുപ്പത്തിൽ ഇത് പറഞ്ഞേച്ച് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ എത്രയോ നേരത്തെ ഈ വിധിന്യായം പൂർത്തീകരിച്ച് അവരുടെ പ്രൊമോഷനുമായിട്ട് അവർ പോയേനെ. ഈ കേസ് പെൻഡിങ് കിടക്കുന്നതുകൊണ്ടാണ് അവർക്ക് പ്രൊമോഷൻ കിട്ടാതിരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. ഒരാളുടെ വ്യൂ പോയിന്റ് ആണ് ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, മറിച്ചൊരു വ്യൂ പോയിന്റ് ഹൈക്കോടതിയിൽ നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറും. അതുകൊണ്ട് ഈ ഒറ്റയടിക്ക് ഒരു ദിവസം വെളുക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിച്ചു എന്ന് കരുതാൻ പാടില്ല. തീർച്ചയായും. പക്ഷേ ശ്രീ ബൈജു കൊട്ടാരക്കര, നേരത്തെ സജീദ് അന്ത്യാട്ട് പറഞ്ഞ പേട്ടൻ പാവാട ടീംസ് ഇപ്പോ 8.5 വർഷം നശിപ്പിച്ചിരിക്കുന്നു ഒരു മനുഷ്യന്റെ കരിയർ, അയാളെ ഇല്ലാതാക്കിയിരിക്കുന്നു, മാധ്യമ രാക്ഷസന്മാർ ചോര കുടിച്ചിരിക്കുന്നു, ഇനി അദ്ദേഹത്തിന്റെ സമയമാണ്, അയാൾ പറയട്ടെ എന്ന നിലയിൽ സിനിമാ സംഘടനകളും സിനിമാ പ്രവർത്തകരും ഒക്കെ രംഗത്ത് വന്നു. ഇനിയിപ്പോ ദിലീപിന്റെ പഴയ രാജഭാഷയുടെ തിരിച്ചുവരവാണോ മലയാള സിനിമ കാത്തിരിക്കുന്നത്? ഇനി അതാണോ കാണാൻ ഇരിക്കുന്നത്?
അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കേണ്ട പിന്നെ അഭിലാഷ്. കാരണം സജീന്ദ്രയായിട്ട് പറഞ്ഞ കേരളക്കരെ മുഴുവൻ സത്യം അറിഞ്ഞു എന്നല്ലേ പറയാം. സത്യമാണ് സജീന്ദ്രയായിട്ട് പറഞ്ഞത്. കേരളക്കരെ മുഴുവൻ മലയാളികൾ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നും. ഇന്ന് രാവിലെ മുതൽ ഇവര് ഒരു പ്രൊപ്പഗണ്ട കൊണ്ടുവരുന്നുണ്ട്. ആദ്യം ദിലീപ് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു മഞ്ജു പറഞ്ഞ സമയം മുതലാണ് ഇതിലെ കോൺസ്പിറൻസി, അതായത് ഗൂഢാലോചന, എനിക്കെതിരെയാണ് ഗൂഢാലോചന മഞ്ജു പറഞ്ഞപ്പോൾ മുതലാണ് തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഭിഭാഷകൻ പറഞ്ഞു മഞ്ജു മാത്രമല്ല സന്ധ്യ IPS അവരും കൂടി ചേർന്നാണ് കോൺസ്പിറൻസിയിൽ വന്നിരിക്കുന്നു പറഞ്ഞു. ഇപ്പോൾ സജീന്ദ്രയായിട്ട് പറഞ്ഞു മഞ്ജു വാര്യരും ഈ IPS ഉദ്യോഗസ്ഥയും ശ്രീകുമാർ മേനോനും തമ്മിൽ ചേർന്നാണ് ഈ കോൺസ്പിറൻസി ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരിനി പുതിയ ഒരു PR വർക്കിനുള്ള വകുപ്പൊക്കെ ഉണ്ടായിക്കൊണ്ട് വരികയാണ്. എന്റെ അറിവിൽ ഈ ശ്രീകുമാർ മേനോൻ എന്റെ സുഹൃത്തു കൂടിയാണ്. എന്റെ അറിവിൽ ഈ മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോട് സംസാരിക്കാറ് പോലുമില്ല. ഒരു മിനിറ്റ് രണ്ടാം പ്രതിയായി കോടതിക്ക് ബോധ്യം വന്ന് ശിക്ഷിച്ച ആളാണല്ലോ മാർട്ടിൻ. തർക്കം വേണ്ട. ഇത് കണ്ടോ? അല്ലല്ല സജീന്ദ്രനെ നിങ്ങൾ നിർത്തൂ. ഞാനും സംസാരിക്കുന്ന നിങ്ങളല്ലേ കുറിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് നിർത്തൂ. രണ്ടാം പ്രതിയായി ശിക്ഷിക്കപ്പെട്ട ആളാണല്ലോ ഈ മാർട്ടിൻ. ദൈവദൂതനൊന്നും അല്ലല്ലോ. പറയൂ ബൈജു കൊട്ടാരക്കര പറയൂ. നിങ്ങള് സജീന്ദ്രയുടെ നിങ്ങൾ വളരെ വിവരമില്ലാത്ത ഒരു കാര്യം കൂടെ സംസാരിച്ചു ഇതിനിടയ്ക്ക്. അതായത് ഈ പെൻഡ്രൈവുകൾ അതായത് മെമ്മറി കാർഡുകൾ സൂക്ഷിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചു ആടിനെ പട്ടിയാക്കും എന്ന് പറയുന്നു. ആരാണ് ആടിനെ പട്ടിയാക്കുന്നത്? ഈ മെമ്മറി കാർഡുകൾ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? കോടതിയിലെ ജുഡീഷ്യൽ ഓഫീസറാണ് സൂക്ഷിച്ചിരുന്നത്. കോടതിയിൽ അവിടുന്നാണ് ആക്സസ് ചെയ്തത്. അതിന്റെ FSL റിപ്പോർട്ട് വന്നിട്ട് 1.5 വർഷം പൂഴ്ത്തിവെച്ചത് ആരാ? 1.5 വർഷം അവസാനം നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തില്ലേ? ട്രഷറിയുടെ ചെസ്റ്റിലായിരുന്നു. ശരി 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 ഇനി ആവശ്യമില്ലാത്ത തർക്കത്തിലേക്ക് പോകണ്ട. എന്തോ ഈ ട്രഷറിയിലെ ചെസ്സിലാണ് മെമ്മറി കാർഡ്. ഇത് കള്ളം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിധി വേണ്ട. ഇത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. നേരത്തെ മുതലേ ദിലീപിനെ സേവിക്കുന്ന ഇവരെ പോലുള്ള സേവകന്മാർ വന്നിരുന്നിട്ട് ഇതേപോലെയുള്ള പൊട്ടത്തരങ്ങളും കള്ളത്തരങ്ങളും ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് കുറെ ആളുകൾ PR വർക്ക് എന്നുള്ള നിലയിൽ PR വർക്കിന് വേണ്ടി രാവിലെ എനിക്ക് എന്തിന്റെ കേടായിരുന്നു വിലാപ കാവ്യം എഴുതിക്കോ. ശരി ശരി ശരി. ഒരു തെളിവ് ഒരു ടൈനി എവിഡൻസ് കൊടുക്കാതെ ഇവിടെ വന്ന് വാദം വെച്ചിട്ട് ഒരു കാര്യമില്ല. ചാനലിൽ വന്ന് ഭയങ്കര തെളിവാ. കോടതി കൊണ്ട് കൊടുക്ക്. നാണം ഉണ്ടോ? നാണം. ഒരാളെ വേട്ടയാടിയിട്ട് ഇപ്പോഴും വന്നിരുന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കുക. കോടതിയിൽ എന്തൊക്കെയാണ് വാദിച്ചിരുന്നൊക്കെ അറിയാം. ഈ വിചാരണ കോടതി കൊണ്ട് തീരുന്നതല്ലോ. ഈ കോടതി കൊണ്ട് തീരുന്നതല്ലോ ഇതിന്റെ അന്ത്യം എന്ന് പറയുന്നത്. മേൽക്കോടതികൾ ഉണ്ടല്ലോ, ഇനിയുണ്ടല്ലോ. താങ്കൾ പറഞ്ഞു രജിസ്ട്രാർ കൊണ്ട് പരാതി കൊടുക്കാൻ. രജിസ്ട്രാർക്ക് ആരാണ് പരാതി കൊടുക്കുന്നത്? നേരെ ഹൈക്കോടതിയിലേക്കല്ലേ പോണത്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ പരാതി പോകും. ഇതിന് അപ്പീൽ പോയി കഴിഞ്ഞാൽ അവിടെ തർക്കം വേണ്ട. ശ്രീമതി ധന്യ രാജേന്ദ്രൻ, ഇപ്പൊ മഞ്ജുവിനെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാനുള്ള ശ്രമം നേരത്തെ തന്നെ ഉള്ളതാണ്. അഭിഭാഷകൻ അനൂപുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ നേരത്തെ മാധ്യമങ്ങളൊക്കെ ഒന്നാണ് ന്യൂസ് മിനിറ്റ് അത് കഴിഞ്ഞ ദിവസവും പ്രസിദ്ധീകരിച്ചു. മഞ്ജു വാര്യർ മദ്യപിക്കുമോ അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടേ ഈ മട്ടിൽ? അപ്പോൾ ഇത് ഇനിയും ഒരു നറേറ്റീവ് ബിൽഡിംഗ് വളരെ പ്രധാനമാണ്. ഹൈക്കോടതിയിലേക്ക് ഈ കേസ് ഇനി വിചാരണയ്ക്കായി എത്താനൊക്കെ സമയമെടുക്കും. അതിനൊരു ഉത്തരവ് 6-7 വർഷം അല്ലെങ്കിൽ 4-5 വർഷം ഏറ്റവും കുറഞ്ഞത്. അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് പ്രധാനമാണല്ലോ. അടുത്തത് ഇര വേട്ടക്കാരൻ എന്ന ആ ദ്വന്ദ്വം മാറ്റി ഞാനാണ് ഇര എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളായിരിക്കുമല്ലോ. നോക്കൂ അഭിലാഷ്, ഈ കേസ് അതായത് ദിലീപിനെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഞാനാണ് ഇര എന്നാണ് ആദ്യമായിട്ടൊരു ഇന്റർവ്യൂവിൽ ദിലീപ് പറഞ്ഞത്. 2017 തന്നെ ദിലീപിന്റെ ഒരു അവകാശവാദം അയാളാണ് ഈ കേസിലെ ഇര എന്ന് തന്നെയാണ്. അതിലൊട്ടും മാറ്റമില്ല. ഇന്ന് ദിലീപ് പറഞ്ഞതിൽ വ്യക്തമാണ് മഞ്ജു വാര്യരെയാണ് അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് സജി നന്ദിയാട്ടിനോട് പറയാൻ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രഷറി ബെഞ്ചിലൊന്നും അല്ല മെമ്മറി കാർഡ് വെച്ചിരുന്നത്. മെമ്മറി കാർഡ് കൃത്യമായും കോടതിയുടെ കയ്യിലാണ്. സജി നന്ദിയാട്ടിന് സമയമുണ്ടെങ്കിൽ ഹൈക്കോടതി, കേരള ഹൈക്കോടതി ഇതിനെക്കുറിച്ചൊരു എൻക്വയറി നടത്തണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഞാനൊരു പറയട്ടെ The necessary conclusion would be that we failed to protect the victim's interest, which resulted in the violation of her fundamental constitutional rights എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞ് അങ്ങനെയാണ് കേരള ഹൈക്കോടതി ഇതിലേക്ക് ഒരു എൻക്വയറി നടത്തണമെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് സജി നമ്പ്യാട്ട് ഇവിടെ വന്നിട്ട് നുണ പറയുന്നത്? അതായത് ഈ മെമ്മറി കാർഡ് കോടതിയുടെ കയ്യിലായിരുന്നില്ല, ഇതേതോ ട്രഷറി ചെസ്റ്റിലാണെന്ന്. ഇങ്ങനെ നിങ്ങളൊക്കെ എത്ര കാലമായി എത്ര നുണകളാണ് പറയുന്നത്? ശരിയാണ്, ഒരു കേസ് ഇന്ന് കേസ്
കേസ് കോടതിയിൽ സൂക്ഷിക്കുന്ന ടെസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ആക്കി അതെന്തുകൊണ്ട് നമുക്കറിയില്ല. അത് പ്രോസിക്യൂഷൻ തെളിവുകളാണ് കോടതി സ്വീകരിക്കാത്തത്, തെളിവുകളാണ് വീക്കായത് നമുക്കറിയില്ല. അത് ജഡ്ജ്മെന്റ് വന്നാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഹരീഷ് വാസുദേവൻ പറഞ്ഞതുപോലെ തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഒരു എവിഡൻസും ഇല്ല. ദിലീപിനെ വെറുതെ ഈ കേസിൽ കൊണ്ടുവന്നതാണ് എന്നൊരു ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതായത് ഒരു എവിഡൻസും ഇല്ലാത്തൊരു കേസാണ് തുടക്കം മുതൽ ദിലീപിനെ വെറുതെ ഇൻക്ലൂഡ് ചെയ്താണ്. അങ്ങനെയല്ല, ഈ കേസിൽ പല തെളിവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് എത്രയോ പ്രാവശ്യം കോടതിയിൽ പോയി ഈ സെക്ഷൽ അസോൾട്ടിന്റെ വിഷ്വൽ അയാൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കോടതി പറ്റില്ല എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് പെറ്റീഷൻസ് കോടതി സമ്മതിച്ചില്ല. CBI പ്രോബ് വേണമെന്ന് പറഞ്ഞപ്പോൾ കോടതി സമ്മതിച്ചില്ല. അതായത് ദിലീപിനെതിരെ എവിഡൻസ് ഉള്ളതുകൊണ്ട് ആണല്ലോ ഈ ട്രയൽ ആക്ച്വലി ഇത്രയും കാലം മുന്നോട്ട് പോയത്. അതുകൊണ്ട് അങ്ങനെ ഒരു നറേറ്റീവ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. അത് മാത്രമല്ല അഭിലാഷ്, ഞാൻ കുറേ ദിവസങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്, ഈ കേസിൽ ദിലീപിനെ അക്വിറ്റ് ചെയ്താലും ദിലീപിനെ കൺവിക്ട് ചെയ്താലും നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ചോദ്യം അത് മാത്രമല്ല. ഈ സർവൈവർക്ക് ഓൾറെഡി ഒരു ലെയർ ഓഫ് ഇൻജസ്റ്റിസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ കോടതിയിലുള്ള വിഷ്വൽസ് 3 പ്രാവശ്യം ഇല്ലീഗലി ആക്സസ് ചെയ്തു. അത് ആര് ചെയ്തു, എന്തിനു ചെയ്തു, അവർ ആ വിഷ്വലിനെ കൊണ്ട് എന്ത് ചെയ്തു, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഫസ്റ്റ് ലെയർ ഓഫ് ഇൻജസ്റ്റിസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കോടതി ഒരിക്കലും അതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല. ഈ സജി നന്ദ്യാട്ട് ഇവിടെ ഇരുന്നിട്ട് മാർട്ടിൻ ഇങ്ങനെ പറഞ്ഞു, വിജേഷ് അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൾസർ സുനി പോലീസിനോട് പറഞ്ഞ ദിലീപാണ് എനിക്ക് കൊട്ടേഷൻ തന്നതെന്നാണ്. അപ്പൊ നമ്മൾ ഇവരെല്ലാവരും പറയുന്ന എല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കണം. അതായത് ഒരിക്കൽ നമ്മൾ ഒരാളെ വിശ്വസിക്കും, മറ്റു 2 ക്രിമിനൽസിനെ വിശ്വസിക്കില്ല. ഇങ്ങനെ അതായത് പിന്നെ അഭിലാഷ് പറഞ്ഞതുപോലെ ഇതല്ല ഈ കേസിന്റെ അവസാനം. ഇത് ഹൈക്കോടതിയിൽ പോകും, ഇത് സുപ്രീം കോടതിയിൽ പോകും. പക്ഷെ നമ്മുടെ മുൻപിലുള്ള എക്സാമ്പിൾസ് ഒന്നും നല്ലതല്ല. അതായത് ഇന്ത്യയിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്നത് വളരെ കുറവ് കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ കൗസല്യ ശങ്കർ കൊലപാതകം കേസിൽ ആദ്യം സെഷൻസ് കോർട്ടിൽ കോൺസ്പിറസി പ്രൂവ് ചെയ്തൊരു കേസ് പിന്നീട് ഹൈക്കോടതിയിൽ പോയപ്പോൾ എല്ലാവരെയും, അതായത് അന്ന് ഡെത്ത് സെന്റൻസ് കിട്ടിയ ആ കൗസല്യയുടെ അച്ഛനെ വെറുതെ വിടുകയാണ് ചെയ്തത് കോടതി. അതുകൊണ്ട് നമ്മുടെ മുൻപിലുള്ള എക്സാമ്പിൾസ് നല്ലതല്ല. ഇവിടെ കോൺസ്പിറസി പ്രൂവ് ചെയ്ത ഒരുപാട് കേസുകളില്ല. അത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഒറ്റ ചെറിയ ഇടവേളയുണ്ട്, ദയവായി തുടരണം എല്ലാവരും, പെട്ടെന്ന് മടങ്ങി. ചർച്ച അവസാന ഘട്ടത്തിലാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇതിപ്പോൾ കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഒരു കേസ് എന്നുള്ള നിലയിൽ മാത്രമല്ല, വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള നമ്മളെല്ലാവരും അറിയുന്ന ഒരു വ്യക്തിക്ക് നടു റോഡിൽ ഒരു പാതിരാത്രി ഇങ്ങനെ ഒരു അറ്റാക്ക് നേരിട്ടിട്ട് അതിൽ ജസ്റ്റിസ് നേടാതെ പോകുമ്പോൾ അതിൽ ഒരാൾക്ക് ജസ്റ്റിസ് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു നമ്മുടെ സ്ത്രീകളുടെയും പുരുഷന്മാരും ഒക്കെ സൈക്കിയുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ അനീതികൾ നേരിട്ടാലും നിങ്ങൾക്ക് ജസ്റ്റിസ് ഉണ്ടാവില്ല എന്നുള്ളൊരു സന്ദേശമാണ് വരുന്നതെങ്കിൽ, ഞാൻ കോടതി വിധിയെ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല, നമുക്ക് ആ വിധി പ്രസ്താവന ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും ജനങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വന്നാൽ, എന്ത് കുറ്റകൃത്യം ചെയ്താലും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, നല്ല അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഡിഫൻസ് മെക്കാനിസമെ ചൂരി പോരാൻ കഴിയും, ഇതാണ് നീതി വ്യവസ്ഥ എന്നൊരു സന്ദേശം ഉണ്ടെങ്കിൽ അത് അപായകരമാവില്ലേ സമൂഹത്തിന്? തീർച്ചയായിട്ടും അതെ. കഴിഞ്ഞ കേസുകൾ മുഴുവൻ പരിശോധിച്ച് നോക്കൂ. ഫ്രാങ്കോന്റെ കേസാണെങ്കിലും അത് ഗോവിന്ദചാമിയുടെ കേസാണെങ്കിലും അങ്ങനെ ഒരുപാട് കേസുകൾ, ജിഷയുടെ കേസ് ഒഴിച്ച് എല്ലാ പ്രമാദമായ കേസുകളും നോക്കുന്ന സമയത്തൊക്കെ തന്നെ സ്ത്രീകളുടെ നേരെ നടന്ന അതിക്രമങ്ങളിൽ നല്ല വക്കീലിനെ വെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, രാമപിള്ള വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ കേസ് ഊരിപ്പോകും എന്നുള്ളത് ആണ്. തിരിച്ച് ഇപ്പുറത്ത് ഒരു പ്രോസിക്യൂട്ടറും രാമപിള്ളയുടെ ഒപ്പമുള്ള പ്രോസിക്യൂട്ടറെ നമുക്ക് വെക്കാൻ കഴിയുന്നുമില്ല. സർക്കാരിൻ്റെ എന്താ പറയുക കൈ കെട്ടി ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ സിസ്റ്റമെങ്കിൽ ആ സിസ്റ്റത്തെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. പ്രോസിക്യൂഷനും പോലീസും ഇങ്ങനെയല്ല കേസ് അന്വേഷിക്കേണ്ടത്, ഇങ്ങനെയല്ല അതിൻ്റെ എവിഡൻസ് കൊണ്ടുവരേണ്ടത്. കാരണം കൃത്യമായി തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. കൃത്യമായിട്ട് ഇവരുടെ നേരത്തെ പറഞ്ഞ റൈറ്റ് ടു ലൈഫിനെ ഇവർ ജീവിതകാലം മുഴുവനും ഇവർക്ക് ത്രെറ്റാണ്. മരിച്ചു കഴിഞ്ഞാലും ത്രെറ്റാണ്. കാരണം ഇവർ ഫെയിം മരിച്ചു കഴിഞ്ഞാലും ഒരു ഹേർട്ട് ചെയ്യപ്പെടും. കാരണം ഇവരുടെ മെമ്മറി കാർഡ്, ആ മെറ്റീരിയൽ ഒബ്ജക്റ്റ്, അതിൻ്റെ കണ്ടന്റിൻ്റെ ഹാഷ് വാല്യൂ ആണോ മാറിയത്, അതിൻ്റെ അകത്തുള്ള പുറത്തെ ഹാഷ് വാല്യൂ ആണോ മാറിയത് എന്നതിൽ തർക്കം നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടന്റ് എല്ലാം മാറിയതെന്ന് പറഞ്ഞാൽ എല്ലാവരും സമാശ്വസിക്കാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു മൊബൈൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇട്ടത് കണ്ടു കഴിഞ്ഞു, വിവോ മൊബൈൽ, അത് കാണുമ്പോൾ മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് അത് കോപ്പി ചെയ്യുമ്പോൾ കണ്ടന്റിൻ്റെ ഹാഷ് വാല്യൂ മാറാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായി തന്നെ പകർത്താൻ സാധിക്കും. സോ ഇറ്റ് ഈസ് വിത്ത് സം പീപ്പിൾ, ആരൊക്കെയോ കയ്യിൽ ഇതുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ കോടതിക്ക് അത് അവരുടെ പ്രൈവസിയെ സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ പോലും അത് പ്രശ്നത്തിലാണ് അവസ്ഥ. സോ അവർ എന്നും ഒരു വിക്ടിം സർവൈവ് ചെയ്തെന്ന് പറഞ്ഞാലും എന്നും അവരുടെ ആ കേസ് വിക്ടിമൈസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള അവസ്ഥയുണ്ട്. ഇനി ഇവരെ ഇങ്ങനെ ഗൂഢാലോചന ചെയ്ത് അവരെ റേപ്പ് ചെയ്തു. അപ്പോൾ ഗൂഢാലോചന ചെയ്താണ് റേപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ കേസിൽ എവിടെയെങ്കിലും
ഈ ഗൂഢാലോചനയുടെ ഒരു സ്പാർക്ക് പോലും തെളിയിക്കാൻ പറ്റില്ല. അതും ഈ ഡിജിറ്റൽ യുഗത്തിൽ. നോക്കൂ, ഇന്ദിരാഗാന്ധി അസാസിനേഷൻ കേസാണെങ്കിലും മഹാത്മാഗാന്ധി അസോസിനേഷൻ കേസാണെങ്കിലും രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസാണെങ്കിലും ഇതുപോലത്തെ ഡിജിറ്റൽ ടൈമേ അല്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പോലീസിൽ അത്ര വീഴ്ച വന്നിട്ടുണ്ട്? ഡിജിറ്റൽ മേഖലയിലും സൈബർ പോലീസിംഗിൽ എന്തുകൊണ്ട് അന്ന് 8 വർഷമായിട്ട് ഈ കൾപ്രിറ്റുകളുടെ ഫോൺ എവിടെയായിരുന്നു എന്നുള്ള വലിയ ചോദ്യമാണ്. അപ്പോൾ ഇത് അവരുടെ കയ്യിൽ തന്നെ തിരിച്ച് ഇരിക്കുമായിരുന്നു. ഇവർ തന്ന കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ ടാപ്പ് ചെയ്യാനും എടുക്കാനും സൈബർ നെറ്റ്വർക്കിങ്ങും സൈബർ പോലീസിംഗും നമുക്കുള്ളതല്ലേ? അപ്പോൾ ഇവരെ നോക്കിയില്ലേ? അതൊക്കെ വലിയ ചോദ്യമാണ്. ഇനി മറ്റൊരു കാര്യം പറയാം. ഈ കേസ് ഇപ്പോൾ മേളെ കോടതി പോകുമ്പോൾ ആ കോടതിക്ക് തോന്നാണ് ഇങ്ങനെയല്ല എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചനയ്ക്കുള്ള കേസുകൾ അപ്രീഷിയേറ്റ് ചെയ്തതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റിപ്രിമാൻഡ് ചെയ്ത് വരാം. ഇല്ല, ഇൻവെസ്റ്റിഗേഷനിൽ പോരായ്മയുണ്ടെന്ന് മനസ്സിലായത് വീണ്ടും റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ സിസ്റ്റം കഴിഞ്ഞിട്ടില്ലേ, ഓട്ടപ്പന്തയം കഴിഞ്ഞ് അല്ലെങ്കിൽ മതിൽ ചാടി ജയിച്ചു വന്നിട്ട് കൊടുക്കുന്ന ഒരു മിഠായി വിതരണത്തിന്റെ സമയമൊന്നും ആയിട്ടില്ല. ഇനിയും നമുക്ക് സമയങ്ങളുണ്ട്. ഇപ്പം പറയുന്നുണ്ടല്ലോ, ഈ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് അവിടെയും ജഡ്ജസോ വക്കീലന്മാരോ ആൾക്കാരോ ഉണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതി പോയാലും ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് എന്നൊക്കെ ആണെങ്കിൽ ആവട്ടെ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന സംഗതി, നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നീതി കിട്ടാനുണ്ട്. നമ്മളുടെ ആരോപണങ്ങൾ ശരിയാണ്, നമുക്കത് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് കോടതി അപ്രീഷിയേറ്റ് ചെയ്തില്ല. ഒന്നുകിൽ സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കോടതി നമ്മൾ പറഞ്ഞ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് രണ്ടേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധി എന്നൊരു സർട്ടിഫിക്കറ്റ്, ഇന്നസെന്റ് ആണ് ദിലീപ് എന്ന് എഴുതി ആരും കൊടുത്തിട്ടില്ല. ദിലീപ് ഒരു കുറ്റവാളിയാകുന്ന രീതിയിലുള്ള അക്യൂസിയേഷൻ മുഴുവൻ വന്നിട്ടുണ്ട്. അപ്പൊ വളരെ ക്ലിയർ ആണ്, ഇത് വളരെ മോശം സന്ദേശം കൊടുക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക്. അതായത് ഈ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഞാൻ എന്തിനു മേലെയും ഞാൻ പറക്കും, എൻ്റെ പണമാണ് എല്ലാത്തിലും വലുത്, എൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. അത് തന്നെയല്ലേ കണ്ടത്. 24 സാക്ഷി കൂറുമാറാന്ന് പറയുമ്പോൾ എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട്? ഇപ്പൊ ഒരു അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീകൾ മിണ്ടുന്നില്ല, എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട്? അപ്പൊ തിരിച്ച് ഇദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു, എന്ത് ക്രെഡിബിലിറ്റി ഉണ്ട് സിസ്റ്റത്തിന്? സോ വി ആർ ഓൾ ആങ്ഷ്യസ്ലി ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സിസ്റ്റം മാറേണ്ട സമയം കഴിഞ്ഞു. നിർഭയ കേസിലൂടെ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ വന്നു, സിസ്റ്റത്തെ മാറ്റാൻ സഹായിച്ചു. വിശാഖ കേസിലൂടെ സിസ്റ്റം മാറ്റാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ മധുര കേസ് സിസ്റ്റം മാറ്റാം. സോ ദിസ് മസ്റ്റ് ബി എ ലാൻഡ്മാർക്ക് കേസ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ സിസ്റ്റം. തീർച്ചയായിട്ടും കാത്തിരിക്കാം നമുക്ക്. എന്തായാലും പൊതുസമൂഹത്തിൽ നീതി നടപ്പായി എന്ന സന്ദേശമാണോ ഉള്ളത്? നീതി നടപ്പായാൽ മാത്രം പോരാ, അത് നടപ്പായി എന്ന ജനങ്ങൾക്ക് ബോധ്യം കൂടി വരണം. എങ്കിൽ ഇവിടെ നീതി നടപ്പായിട്ടുണ്ടോ? ജസ്റ്റിസ് വാട്ട് എന്ന പാർവതി തിരുവോത്തിന്റെ ആ വാചകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നീതി ഇതാണോ? ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.